ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നല്ല സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്ധ്യാസമയത്ത് സെഷനായതിനാൽ നമ്മുടെ മുമ്പിലെ സമയം വളരെ പരിമിതമാണല്ലോ. തുടർന്നുള്ള സമയത്ത് ശുശ്രൂഷയ്ക്കായിട്ട് കർത്തൻ്റെ ദാസൻ പാസ്റ്റർ ഷാജിയും പൗളിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇരുന്നു. പ്രൈസലോ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ ഞാനും സ്തോത്രം ചെയ്യുന്നു. കർത്തൃസന്നിധിയിൽ രാത്രി സെക്ഷൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാനരായ കർത്താവിൻ്റെ ദാസന്മാർ, വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവഭൃത്യന്മാർ, പ്രായമുള്ള ഈ സഭയിലെ പ്രിയമുള്ള പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വന്ധ്യനാമത്തിൽ എൻ്റെ വിനീതമായ സന്ധ്യാവന്ദനങ്ങളെ പറയുന്നു. രാത്രി കർത്താവിനോട് ചേർന്ന് പിന്നെയും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ഒരുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്തും ദൈവത്തെ വാഴ്ത്തുന്നു. അനേക പ്രാവശ്യം ദൈവദിനമായി ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളിൽ ചെറിയയും വലുതുമായിരിക്കുന്ന പ്രാർത്ഥനകളിലൊക്കെ പങ്കുകൊള്ളുവാനും ശുശ്രൂഷിപ്പാനും എനിക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്നെ ഓർക്കുന്നതിനും ക്ഷണിക്കുന്നതിനും സഭയോടുള്ള കൃതജ്ഞത കൂടെ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുകയും ചെയ്യുകയാണ്. വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ട്, രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, കർത്താവിൻ്റെ കൃപയ്ക്കകത്ത് വന്നതുകൊണ്ട്, ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്, തിരുവെഴുത്തുകളെ പുറകിൽ നിർത്തിക്കൊണ്ട് നമുക്കാർക്കും വളരാൻ പറ്റുകയില്ല. ദൈവവചനത്തെ മറന്നുകൊണ്ട് നമുക്കൊരു വിടുതൽ എങ്ങും പ്രാപിക്കാൻ പറ്റുകയില്ല. വചനമാണ് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് ആധാരമായിരിക്കുന്നത്. ദൈവവചനത്തെ ആസ്പദമാക്കിക്കൊണ്ടും ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഉയർച്ചകളെയും വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഞാൻ സമയമില്ലെങ്കിലും 2 വാക്യങ്ങൾ കമ്പിവാചകം പോലെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. വചനത്തോട് നമ്മുടെ ജീവിതം എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിയാൻ വേണ്ടി. യോഹന്നാൻ്റെ സുവിശേഷം 15:7 ആദ്യത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ആരെങ്കിലും ഒന്ന് നോക്കിയാട്ടെ. 15:7. നിങ്ങൾ എന്നിലും, അടുത്തത്, എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അതൊരു ഗ്യാരണ്ടി, യേശുക്രിസ്തു പ്രസ്താവിച്ച ഉറപ്പുള്ളൊരു വാക്യമാണ്. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. അതിന് വെച്ചിരിക്കുന്ന ഡിമാൻഡാണ് എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ. അപ്പോൾ പ്രാർത്ഥന പോലും സമയത്തും നേരത്തും നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം അകത്ത് വസിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ട് പോയത്. തിരുവചനം അകത്ത് വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടെന്ന് ഉറപ്പിക്കാം. ദൈവവചനത്തോട് കൂറുണ്ടെങ്കിൽ, വചനവുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ, വചനത്തെ നമ്മുടെ താൽക്കാലികവും താല്പര്യമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ തിരുവെഴുത്തുകളെ മുഴുവൻ അകത്ത് സംഗ്രഹിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായി ഉറയ്ക്കാം, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുകയില്ലെന്ന്. കാരണം കർത്താവ് പറഞ്ഞത്, എൻ്റെ വചനം നിങ്ങളുടെ അകത്ത് വസിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഇച്ഛിക്ക് അത് നിങ്ങൾക്ക് ലഭിക്കും നിശ്ചയമായി. പഴയ നിയമത്തിൽ നിന്നൊരു വാക്യോടെ വായിക്കാം, എന്നിട്ട് നമുക്ക് ഇന്ന് രാത്രിയിലെ കുറിവാക്യം ആസ്പദമാക്കി ചിന്തിക്കാം. സദൃശ്യവാക്യങ്ങൾ 28-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ്. സദൃശ്യവാക്യങ്ങൾ 28, 9-ാമത്തെ വാക്യം കൂടി വായിക്കാം നമുക്ക്. ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെ വെറുപ്പാകുന്നു. യോഹന്നാനിൽ വായിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിളിലാണ് ഈ വാക്യം നിൽക്കുന്നത്. 28:9 സദൃശ്യവാക്യങ്ങൾ. ആ വാക്യം പറയുന്നു, നമുക്ക് തിരക്കാന്നും നേരമില്ലെന്നും ഇതൊന്നും പറഞ്ഞ ന്യായപ്രമാണത്തിൽ നിന്ന് അല്ലെങ്കിൽ ദൈവവചനത്തിന് മുമ്പിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് പറ്റിയല്ല. ദൈവവചനം കേൾക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ, അതിന് സമയമില്ലെങ്കിൽ, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവരുടെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാകുന്നു. അപ്പോൾ ഈ വാക്കുകളൊക്കെ, ന്യായപ്രമാണം എന്ന് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ദൈവവചനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ദൈവവചനത്തെ വചനവുമായിട്ട്, വചന കേൾവിയുമായിട്ട്, വചനം ആയിട്ടുള്ള ബന്ധവുമായി നമുക്ക് എത്രത്തോളം ബന്ധമെന്നുള്ള കാര്യം ഇന്ന് രാത്രികാലം മറക്കരുത്. കഴിയുന്നിടത്തോളം ദൈവത്തിൻ്റെ വചനമകത്ത് കയറണം. കഴിയുന്നിടത്തോളം വചനവുമായി ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കണം. വചനം കേൾക്കാൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കരുത്. കാരണം വചനം കേൾക്കുന്ന ഒരു ഡിപ്പോസിറ്റാണ്. അത് ഒരുപക്ഷെ നമ്മുടെ ഏകാന്തതയിലും ഒറ്റപ്പെടലിലും കൂടെ ആരുമില്ലാത്ത സമയത്ത് നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാനിടയായിത്തീരും. കണ്ണടയ്ക്കാൻ നമുക്കൊരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി കേൾക്കുന്ന വചനം
വെള്ളത്തിൽ വരച്ച വര പോലെ പെട്ടെന്ന് മാഞ്ഞു പോകാതെ അതിന്ന് രാത്രിക്കാലം നമ്മുടെ ഹൃദയത്തിനകത്തൊരു വലിയ ഡിപ്പോസിറ്റായി മാറുവാൻ, ഈ രാത്രി നമ്മളെ കേൾപ്പിക്കുന്നത് മരണം വരെ നമുക്ക് പ്രയോജനപ്പെടുവാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കാനിരിക്കുന്നത് പ്രാർത്ഥനകളുടെ മറുപടിയാക്കി മാറ്റുവാൻ ആ അധരങ്ങളെ തുറന്ന ഒരല്പസമയം കൂടി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും കൂടി ചേർന്ന ഒരല്പസമയം കൂടി കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരു മനസ്സോടെ ഒരുമിച്ച് ദൈവത്തോട് നന്ദി പറ. കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ. വേദപുസ്തകത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിയില്ലെങ്കിലും കേട്ടിടത്തോളം കാര്യങ്ങൾ എൻ്റെ അകത്തുണ്ട്, കേട്ടിടത്തോളം കാര്യങ്ങൾ എൻ്റെ അകത്തുണ്ട് എന്ന് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോട് പറയാൻ കഴിയുന്ന ദൈവത്തിന്റെ മക്കൾ അവരൊരുമിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് പറ, കിട്ടിയ ഒരവസരവും ഞങ്ങൾ പാഴാക്കിയിട്ടില്ല. ഹല്ലേലൂയ. ഒരവസരം പോലും ലഭിച്ചത് പാഴാക്കിയിട്ടില്ല. വചനം കേൾക്കാൻ അവസരം ലഭിച്ചതല്ല. ശരീരത്തിന് ക്ഷീണമുണ്ടായിട്ടും ഇവിടെ വരെ യാത്ര ചെയ്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടും ആത്മാവെന്നെ പ്രേരിപ്പിച്ചു. അനേക ദിവസങ്ങൾ നിന്റെ സന്നിധിയിൽ വന്നിരുന്ന് വചനം കേട്ടു. അതിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ആ വചനത്തോട് കൂറുള്ളവർ ഒരു മനസ്സോടെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, രാത്രിയിലെ അല്പസമയം കൂടി ഞങ്ങൾ തിരുവചനവുമായി ഞങ്ങളുടെ സന്നിധിയിൽ നിൽക്കുന്നു. കർത്താവിൻ്റെ ആലോചന ഇന്ന് രാത്രികാലം ഞങ്ങളെ അറിയിക്കണം. ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്തണം. ഞങ്ങൾക്ക് തിരുവെഴുത്തുകളെ കേൾക്കുകയല്ല, കേൾക്കുന്ന വചനം ഞങ്ങളുടെ അകത്ത് വസിക്കാനിടയാക്കണം. നാഥ, നിന്റെ വചനം അകത്ത് വസിക്കാൻ തടസ്സമായത് എന്തെങ്കിലും ഞങ്ങളിൽ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ, ഇരുട്ടും വെളിച്ചവും കൂടി ഒരുമിച്ചൊരു മുറിക്കകത്ത് വസിക്കാത്തതുപോലെ നിന്റെ നീതിയുള്ള വചനവും അനീതിയുള്ള പ്രവൃത്തിയും കൂടി ഒരുമിച്ച് വസിക്കത്തില്ലെന്നറിയാം. നിന്റെ തിരുവചനം ഞങ്ങളുടെ അകത്ത് വസിക്കാൻ ഞങ്ങളുടെ സ്വഭാവത്തിലോ നിരൂപണത്തിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ ബുദ്ധിമണ്ഡലത്തിലോ ഏതെങ്കിലും തടസ്സം നിലനിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം ഞങ്ങൾ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രി കേൾക്കുന്ന, ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനം ഞങ്ങളുടെ അകത്ത് വസിപ്പാനിടയാക്കണം കർത്താവേ. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ രഹസ്യ പ്രാർത്ഥനകൾക്ക് പോലും മറുപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ജനത്തെ ആ വിധത്തിൽ അനുഗ്രഹിക്കണം, മഹത്വമെടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്തേക്കുക. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് രാവിലെ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിച്ചത്. രാവിലെ ഞാൻ ആ വാക്യം പൂർത്തീകരിച്ച് രാത്രി മറ്റൊരു സന്ദേശം പറയാമെന്നെ ഹൃദയത്തിലുണ്ടായിരുന്നെങ്കിലും ദൈവാത്മാവ് സ്തോത്ര ആ വാക്യത്തിൻ്റെ ഈടുറ്റ ചില കാര്യങ്ങളിലൂടെ ഒരാത്മീക ജീവിതം നയിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട വിഷയത്തെക്കുറിച്ച് പറയാൻ പ്രേരിപ്പിച്ചു. നിങ്ങൾക്കത് അനുഗ്രഹമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൂർത്തീകരിക്കപ്പെടാതെ പോയ രാവിലത്തെ കാര്യങ്ങൾ ബാക്കി കൂടെ രാത്രി ലഭിച്ച ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ പ്രവർത്തന സ്ഥലത്തേക്ക് മടങ്ങിപ്പോകാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 19-ാം അധ്യായം 25-ാം വാക്യം രാവിലെ വന്നവരെല്ലാം കേട്ടതാണെങ്കിലും വൈകുന്നേരം സ്തോത്രം രാവിലെ പങ്കെടുക്കാത്തവർ കണ്ടേക്കുമല്ലോ, അവർക്ക് വേണ്ടി ആ വാക്യം ഒന്നുകൂടെ വായിച്ചേക്കുക. 19:25 ഇയ്യോബിൻ്റെ പുസ്തകം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു. രാവിലെ നല്ലൊരു ആമുഖത്തിൽ കൂടെയൊക്കെയാണ് ആ വാക്യത്തിലേക്ക് വന്നത്. വീണ്ടും അതിനെ ആവർത്തിച്ച് പറയാനുള്ള സാവകാശം എടുക്കുന്നില്ല. നമ്മൾ സ്തോത്രം 23-ാം വാക്യം മുതൽ രാവിലെ വായിച്ചിരുന്നു. കാരണം ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരായി അടുത്തു വന്നവരെല്ലാം മൊനവെച്ച വാക്കുകൊണ്ട് അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് വേദനപ്പെടുത്തുകയും ടോർച്ചറിങ് നടത്തുകയും ചെയ്തപ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്നൊരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു അറ്റകൈ പ്രയോഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ വാക്കാണ് പറഞ്ഞത്, നിങ്ങളിത് എഴുതി വെച്ചു, ഒരു ഇരുമ്പെഴുത്താണി കൊണ്ട് പാറയിൽ എഴുതി വെച്ചു സ്തോത്രം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്. എന്താ എഴുതാൻ പറഞ്ഞത്? എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, അവൻ ജീവിക്കുന്നു. അവൻ ഇതെല്ലാം കഴിയുമ്പോൾ, ഒരുപക്ഷെ എൻ്റെ ജീവിതം ഒരു പിടി പൊടിയായി മാറിക്കഴിയുമ്പോൾ, എന്നെ മറന്നിട്ട് പോകുന്നവനല്ലവൻ, ആ പൊടിയിൽ ചവിട്ടി അവൻ ഇറങ്ങി വരുമെന്നുള്ള കാര്യം നിങ്ങൾ എഴുതി വെച്ചോ എന്ന് പറയാനുണ്ടായ പശ്ചാത്തലങ്ങളും അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമാണ് രാവിലെ നമ്മൾ ചിന്തിച്ചത്. എന്ന് ഞാൻ അറിയുന്നു എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയരഹസ്യം, ആത്മീക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ആത്മീക അറിവാണ്. സ്തോത്രം. 5 കാര്യങ്ങളെക്കുറിച്ച് രാവിലെ ഞാൻ ശക്തമായി പറഞ്ഞിരുന്നു. 50 കൊല്ലം ആത്മീക യോഗത്തിൽ പങ്കെടുത്തിട്ടും അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഉള്ളം ഭയങ്കര ആകുലതയിലായിരിക്കും. സ്തോത്രം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ആകാശം ഇടിഞ്ഞ് താഴേക്ക് വരുന്നെന്ന് പറഞ്ഞാലും അറിയുന്നവർക്കതൊരു ഭാരമായിരിക്കുകയല്ല. സ്തോത്രം. ഭരണകൂടങ്ങൾ മാറി വന്നേക്കാം,
കലാപങ്ങൾ ഒരറ്റം മുതൽ പൊട്ടിപ്പുറപ്പെട്ട് വന്നേക്കാം. സ്വാതന്ത്ര്യം ഖനിക്കുന്ന വിഷയങ്ങൾ വന്നേക്കാം. നമ്മളോട് ഒരുപക്ഷെ സ്തോത്രം പൈശാചിക ശക്തികൾ നമുക്കെതിരെ ഉണ്ടെന്നുള്ള ഒറിജിനൽ പ്രവചന ദൂതുകൾ വന്നേക്കാം. ഇതൊക്കെ വന്നാലും അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളവരെ ഇതിനൊന്നും ഇളക്കാൻ പറ്റുകയില്ല. സ്തോത്രം. പൗലോസിൻ്റെ ജീവിതം അതിനൊക്കെ ശക്തമായ മാതൃകയാണ്. ഒരിക്കൽ സ്തോത്രം ഒരു നല്ല ആത്മീക മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായൊരു പ്രവാചകൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അരക്കച്ച ഉടുത്തിട്ട് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥൻ യെരുശലേമിൽ വെച്ച് തകർക്കപ്പെടും. സ്തോത്രം. നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും അപ്പോസ്തല പ്രവൃത്തിയുടെ ഭാഗം, കേട്ടിട്ടുണ്ടോ? ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ പരസ്യമായി അടിക്കപ്പെടും, അവൻ തകർക്കപ്പെടും എന്നെല്ലാം പറയുമ്പോൾ കേട്ടു നിന്നവർ കരയാൻ തുടങ്ങി. ഹൃദയം പൊട്ടി കരയുമ്പോൾ അരക്കച്ചയുടെ ഉടമ അനങ്ങുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തിയൊരു സ്തോത്രം ചെയ്തേ. നിങ്ങൾ വിചാരിക്കും ഇവക്കന്നെ രണ്ട് ചങ്കുണ്ടോന്ന്, സ്തോത്രം, അല്ലെങ്കിൽ മന്ദബുദ്ധിയാണെന്ന്. ഒന്നുമല്ല കാര്യം. അദ്ദേഹത്തെ അനങ്ങാത്തതിൻ്റെയും കുലുങ്ങാത്തതിൻ്റെയും കാര്യം പറയാം, അദ്ദേഹം പല കാര്യം അറിഞ്ഞവനാണ്. സ്തോത്രം. ഈ പുസ്തകം പിടിച്ചിറങ്ങിയപ്പോൾ, ഈ മാർഗത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഇറങ്ങിയത് ഇത് സ്തോത്രം മുള്ളാണികൾ നിറഞ്ഞൊരു പാതയാണ്. ഇവിടെ ഏത് സമയത്തും ഒളിയമ്പുകൾ വരാനുള്ള സാധ്യതയുണ്ട്. കിട്ടിയാൽ കഷായം കുടിക്കുന്നത് പോലെ അരച്ച് കലക്കി കുടിക്കാൻ പറ്റുന്ന ശത്രുക്കൾ ഒരാത്മീയന്റെ മുമ്പിലും പുറകിലും ഇടത്തും വലത്തുമുണ്ട്. ഇതൊക്കെ അറിഞ്ഞിറങ്ങിയവൻ അങ്ങനെ ഒരു പ്രതികൂലമുണ്ടെന്നൊരു ഞെട്ടലിലല്ല ജീവിക്കുന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ചാലും എൻ്റെ തലയിലെ തലമുടി താഴെ വീഴണമെങ്കിൽ എന്നെ നിയോഗിച്ചാക്കിയവൻ സമ്മതിക്കാതെ അതിന് കഴിയത്തില്ല എന്നുള്ളൊരു അറിവ്. Praise the Lord. Hallelujah. അങ്ങനെ ഒരു അറിവ് അകത്തുള്ളവനെ ദൂത് കൊണ്ട് ഞെട്ടിപ്പിക്കാനോ വെളിപ്പാട് കൊണ്ട് പേടിപ്പിക്കാനോ പോരാട്ടം പറഞ്ഞ് ഞെട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ സ്തോത്രം ഭീഷണിപ്പെടുത്തി ഞെട്ടിപ്പിക്കാനോ ആത്മവശം കൊണ്ടോ അനാത്മീക വശം കൊണ്ടോ നടക്കില്ല. അത് നടക്കാത്തൊരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ അറിയേണ്ടതെല്ലാം അറിഞ്ഞോളണം. നമ്മുടെ പ്രശ്നം അറിയേണ്ടതൊന്നും നമ്മൾ അറിയാൻ മെനക്കെടിയല്ല, നമുക്ക് വേണ്ടാത്തതൊക്കെ അറിയേണ്ടത്. സ്തോത്രം. ഇനി എത്ര കാലം ജീവിച്ചിരിക്കും? അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു അറിവ്. സ്തോത്രം. പിള്ളേർക്കെല്ലാം ജോലി കിട്ടുമോ? അതാണ് മറ്റൊരു ആവശ്യം. സ്തോത്രം. ഇവരുടെ കല്യാണം അവിടെ ആയിരിക്കും, സായിപ്പായിരിക്കും കിട്ടുന്നത്, അത് നീഗ്രോ ആയിരിക്കും കിട്ടുന്നത്, അതായിരിക്കും അടുത്ത ചോദ്യം. അപ്പോൾ ഈ വേണ്ടാത്തതെല്ലാം ചോദിച്ച് ഇതറിയാൻ വേണ്ടി സമയം മെനക്കെടുത്തും അറിയേണ്ടതൊന്നും അറിയാൻ നമ്മൾ ശ്രമിക്കുകയില്ല. അറിയേണ്ടതറിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എൻ്റെ മക്കളെ ദൈവം കൈയേറ്റിട്ടുണ്ട്. അറിയേണ്ടതറിഞ്ഞ് നമുക്ക് മനസ്സിലാകും എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ വെച്ചിരിക്കുന്ന അവസാനത്തെ നാഴിക കൂടി കഴിയാതെ എന്നെ ഇവിടുന്ന് ദൈവം തിരിച്ചു വിളിക്കുകയല്ല. ഇത് അറിഞ്ഞവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇതിനിടയിൽ രോഗമോ പ്രയാസമോ ഞെരുക്കമോ കഷ്ടമോ ബുദ്ധിമുട്ടോ എന്തൊക്കെ നേരിട്ടാലും ഹല്ലേലൂയ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ദൂതന്മാർക്കോ ജീവനോ മരണത്തിനോ ഇവയ്ക്കൊന്നിനും നമ്മളോടുള്ള ദൈവിക ബന്ധത്തെ ഉടച്ചു കളയാൻ കഴിയത്തില്ല എന്ന ഉറച്ച അറിവാണ് ശക്തമായ തോൽപ്പിക്കാൻ കഴിയാത്ത ക്രിസ്തീയ ജീവിതത്തിൻ്റെ രഹസ്യം. അപ്പം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, ഈ പുസ്തകത്തിനകത്ത് നിന്ന് അറിയേണ്ട കാര്യം തമ്പുരാനെ എന്നെ അറിയിക്കണം. വേണ്ടാത്ത കാര്യങ്ങളൊന്നും ശ്രദ്ധ വെക്കാൻ എന്നെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കൊരു ഭയങ്കര ബോൾഡ് ക്രിസ്ത്യൻ ലൈഫ് ദൈവമായ കർത്താവ് നമുക്ക് തരാനിടയായിത്തീരും. രാത്രിയിലെ പ്രസക്ത ഭാഗത്തേക്ക് വരട്ടെ. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്: എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, അവൻ സ്തോത്രം ജീവിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. വീണ്ടെടുപ്പ് എന്ന വിഷയമാണ് വേദപുസ്തകത്തിലെ കേന്ദ്ര വിഷയം. ബൈബിളിൽ സ്തോത്രം ചെങ്കടൽ വറ്റിച്ചതിനെക്കുറിച്ച്, മന്ന കൊടുത്തതിനെക്കുറിച്ച്, പിന്നെ ഭൂമിയെ റീക്രിയേറ്റ് ചെയ്തതിനെക്കുറിച്ച്, മനുഷ്യനെ സ്തോത്രം ഏദൻ തോട്ടത്തിലാക്കിയതിനെക്കുറിച്ച്, പിന്നെ ഒരു രാത്രി മുഴുവൻ വല വീശിയിട്ടൊന്നും കിട്ടാത്തവൻ ഒറ്റ വീശൽ കൊണ്ട് 2 പടക് നിറച്ചതിനെക്കുറിച്ച്, കർത്താവ് കുരുടൻ്റെ കണ്ണ് കാഴ്ച കൊടുത്തതിനെക്കുറിച്ച്, മുടന്തരെ നടത്തിയതിനെക്കുറിച്ച്, ഏലീശയും ഏലിയാവൊക്കെ മരിച്ചവരെ ഉയർപ്പിച്ചതിനെക്കുറിച്ച്, ഈ ജോർദാൻ പിളർന്നതിനെക്കുറിച്ച്, യെരിഹോ ഇടിഞ്ഞതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. എന്നാൽ ഈ വക വിഷയങ്ങളെല്ലാം സ്തോത്രം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ചെന്ന് നിൽക്കുന്നത് തകർന്നു പോയവനെ വീണ്ടെടുക്കാൻ ദൈവം ശക്തനാണെന്നുള്ള വിഷയത്തെ ഓർപ്പിക്കാനാണ് ബൈബിളിലെ മുഴുവൻ കാര്യങ്ങളെ വിശദമാക്കിയിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാം. സ്തോത്രം. ബൈബിളിലെ കേന്ദ്ര വിഷയം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള എല്ലാ വാക്യങ്ങൾക്കകത്തും അന്തർലീനമായിരിക്കുന്ന
ഏറ്റവും ഈടുറ്റ നിബിഡമായ വിഷയം സ്തോത്രം, ഒരു വീണ്ടെടുപ്പ് മനുഷ്യന് ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് വിഷയം. സ്തോത്രം. അതിന് നിഴലും പൊരുളും സൂചനയും സ്തോത്രം ആലങ്കാരികവും ഔപചാരികവുമായിരിക്കുന്ന അനവധി വാക്കുകൾ ബൈബിളിലെ അനേക ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും. സ്തോത്രം. ഈ എന്താ പറയുക, നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ്, വിശുദ്ധന്മാരുടെ പുനരാഗമനം അല്ലെങ്കിൽ പുനരുദ്ധാനം, ഇതിനെയൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾക്കകത്ത് എഴുതിയിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മളെ അവൻ്റെ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ വരാനിരിക്കുന്ന ആ സുദിനത്തെ പൗലോസ് ബൈബിളിൽ വിളിക്കുന്ന പേര് സ്തോത്രം, നമ്മുടെ പുനരുദ്ധാന ദിവസം എന്നല്ല, നമ്മുടെ മരണ ദിവസം എന്നല്ല, കർത്താവിൻ്റെ മടങ്ങിവരവിന് ദിവസം എന്നല്ല, അതിന് വിളിക്കപ്പെട്ടിരിക്കുന്ന പേരാണ് വീണ്ടെടുപ്പിൻ വേണ്ടി മുദ്രയിടപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. വീണ്ടെടുപ്പിൻ ദിനത്തിന് വേണ്ടി അങ്ങനെ ഒരു ദിവസം നമുക്കുണ്ട്. അപ്പോൾ ബൈബിളിൻ്റെ പ്രസക്തമായ ആ ആഴം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഈ വാക്കിനെ സംബന്ധിച്ച് വീണ്ടെടുപ്പ് എന്ന വിഷയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് സ്തോത്രം ബൈബിളിനെ തെളിയിക്കാനോ പ്രസംഗിക്കാനോ പറ്റിയാൽ, ഏത് വേദിയിൽ ഏത് സ്തോത്ര കുടുംബത്തിനകത്ത് ചെന്ന് എന്തെല്ലാം നമ്മൾ പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിക്കേണ്ടത് നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമുണ്ടാകും, നിങ്ങളുടെ സൗഖ്യമാക്കും ദൈവമുണ്ട്, ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ടെങ്കിലും ഇതിനൊക്കെ പരിഹാരമുണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകേണ്ടത് ഇവൻ്റെ കടം മാറ്റുന്നൊരു ദൈവം എന്നതിനേക്കാൾ ഉപരി, ഇവൻ്റെ രോഗത്തിന് സൗഖ്യം കൊടുക്കുന്ന ദൈവം എന്നതിനേക്കാൾ ഉപരി സ്തോത്രം നമ്മുടെ അകത്തുണ്ടായിരിക്കേണ്ടത് ഇവൻ്റെ കുടുംബത്തെ വീണ്ടെടുക്കുന്നൊരു ദൈവമുണ്ട്. ഞങ്ങൾ വന്നിരിക്കുന്നത് മരുന്ന് കച്ചവടം നടത്തുന്നൊരു ദൈവത്തെ കൊണ്ടാന്നല്ല, മുഴ മാറ്റുന്നതോ നീര് മാറ്റുന്ന ദൈവത്തെക്കുറിച്ചാന്നല്ല. തുടക്കത്തിലേക്ക് അങ്ങനെ പറഞ്ഞാലും പറഞ്ഞതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കണം, ഒരു രോഗം മാറ്റിയിട്ട് പോകുന്നവനല്ല നമ്മൾ ആരാധിക്കുന്നവനായ ദൈവം. ഹല്ലേലൂയ. നിന്റെ ക്ഷീണം മാറ്റി നിന്നെ ഒന്ന് ചാരി ഇരുത്തിയിട്ട് പോകുന്നവനല്ല ഞാൻ പ്രസംഗിക്കുന്നവനായ ദൈവം. മറിച്ച് നിന്റെ കുടുംബത്തിന്റെ പുറകിൽ സംഭവിച്ച തലമുറയായി ഏറ്റ ആഘാതങ്ങൾക്കകത്ത് നിന്ന് നിന്നെ സമ്പൂർണമായി വീണ്ടെടുത്ത് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്വപ്നങ്ങൾ നിന്നയിപ്പിക്കുവാൻ കഴിയുന്നവനായ ഒരു വീണ്ടെടുപ്പുകാരനാണ് കർത്താവായ യേശു എന്ന്. ഹല്ലേലൂയ. ആ കാര്യം നമ്മൾ ഓർക്കുകയും പറയുകയും ചെയ്യാൻ മറക്കരുത്. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ നട്ടെല്ല് 4 വിടുതലല്ല. സ്തോത്രം. സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ നട്ടെല്ല് തകർന്നവന്റെ വീണ്ടെടുപ്പാണ്. വീണ്ടെടുപ്പിനകത്ത് മനുഷ്യന് നഷ്ടപ്പെട്ടതെല്ലാം മൂല്യം ചോരാതെ തിരിച്ചു പിടിച്ചു തരുന്ന പദ്ധതിയാണ് വീണ്ടെടുപ്പെന്ന പദത്തിനകത്ത് ദൈവം അന്തർലീനമാക്കിയിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. സ്തോത്രം. മനുഷ്യനെ ദൈവമായ കർത്താവ് ഇവിടെ ആക്കിയത് അടിമയായിട്ടല്ലെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾക്കറിയാലോ. അവനെക്കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ്, അവനെ വാഴാൻ വേണ്ടിയാണ് ആക്കി വെച്ചത്. വാഴാൻ വേണ്ടി. സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ബഹുമാനവും തേജസ്സും അണിയിച്ച് ദൈവം മനുഷ്യനെ ആക്കി വെച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആ മനുഷ്യനെ ബഹുമാനവും തേജസ്സും അണിയിച്ച് വാഴാൻ വേണ്ടി ആക്കി വെച്ചവനെ സ്തോത്രം മനുഷ്യവർഗത്തിന്റെ ആജന്മ ശത്രുവായിരുന്ന പിശാച് ഏദൻ തോട്ടത്തിനകത്ത് കയറി സ്തോത്രം വീഴിച്ചു കളഞ്ഞു, തകർത്തി കളഞ്ഞു. സ്തോത്രം. ആ തകർച്ചയിൽ നിന്ന് ദൈവം അവനെ പിടിച്ചൊന്ന് എഴുന്നേൽപ്പിച്ചു എന്നുള്ളതല്ല, അവന് നഷ്ടപ്പെട്ട വാഴ്ച മടക്കി കൊടുക്കാൻ ദൈവം ഒരുക്കിയ പരിപാടിയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കേൾക്കുന്ന ഞാൻ പറയുന്നേ, സൗഖ്യമായവരെല്ലാം വാഴണമെന്നില്ല, കടം മാറിയവരെല്ലാം വാഴണമെന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ ശാപം മാറിയവരെല്ലാം വാഴണമെന്നില്ല. എന്നാൽ തിരിച്ചൊരു കാര്യം പറയാം, ഈ യോഗങ്ങളിൽ പോയിരുന്ന വീണ്ടെടുപ്പ് കിട്ടിയവർ അവർ 5 കൊല്ലം നന്നായി ജീവിക്കുമെന്നല്ല ബൈബിൾ പറയുന്നത്. വീണ്ടെടുപ്പ് കിട്ടിയവർ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്തുദ്ദേശത്തോടെയാണ് സൃഷ്ടിച്ചത്, ആ വാഴ്ചയിലേക്ക് അവൻ മടങ്ങി വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം നന്നായി മനസ്സിലാക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം നിങ്ങൾ പിന്നീട് പഠിക്കണം. ഇന്ന് രാത്രിയിലെ പരിമിതിയുള്ള സമയം കൊണ്ട് നമുക്കിത് പറഞ്ഞു തീർക്കാൻ പറ്റിയല്ല. അവിടെയാണ് തകർന്ന മനുഷ്യനെ തിരിച്ചു കൊണ്ടുവന്ന് വാഴുന്നവനായി ഭൂമിയിൽ അവർ വാഴുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 5-ാം അധ്യായത്തിൽ പ്രകീർത്തിക്കുന്ന ഭാഗം, അതിൻ്റെ പുറകിൽ പറയപ്പെടുന്ന സ്തോത്രം അനവധി ചെറിയ വാക്കുകളുണ്ട്. ആ വാക്കുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ഇടയാകണം. എങ്കിലേ നമുക്ക് ആ കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനവും പ്രസക്തവും
പരിശുദ്ധമായ നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. സ്തോത്രം. വീണ്ടെടുപ്പ് ഇന്ന് രാത്രിയിലേക്കുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള ദൂത് ആ പദത്തിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 107 സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യം വായിച്ചുകൊണ്ട് സ്തോത്രം, ആ സങ്കീർത്തനത്തിൻ്റെ ചില കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ഞാൻ ഇന്ന് രാത്രികാലം ഈ വിഷയത്തെ ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ദൈവമക്കളുടെ അനുഗ്രഹത്തിനും വിടുതലിനും വേണ്ടി പ്രതിപാദിച്ചുകൊള്ളാം. നമുക്ക് വായിക്കാം. സ്തോത്രം. 107 2 വാക്യം വേഗത്തിൽ നമുക്ക് വായിച്ചുകൊണ്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം. എൻ്റെ എഴുത്തുകാരിൽ ഒരുവനെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ്. സ്തോത്രം. ഇതെല്ലാവർക്കും പറയാനുള്ളതല്ല, അവിടെ പ്രത്യേകം പറയുന്നു. ഇത് എല്ലാവർക്കും പറയാൻ വേണ്ടി എഴുതിയതല്ല, ഇത് വീണ്ടെടുക്കപ്പെട്ട വിമുക്തന്മാർ പറയേണ്ടതാണ്. എന്താണ് അവർ പറയേണ്ടത്? ആ വാക്യം എങ്ങനെയാ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞേ ആ വാക്യം, എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞേ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ലോകത്തിൽ എല്ലാവരും പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നൊരു കൂട്ടരുണ്ട്, വീണ്ടെടുക്കപ്പെട്ടവരങ്ങനെ പറയട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി എത്ര കഷ്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലും, ഈ രാത്രി എത്ര സങ്കടത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലും, ഈ രാത്രിയും പകലും ഇരുന്നിട്ട് പ്രതീക്ഷിച്ചതുപോലത്തെ കാര്യങ്ങളൊന്നും നടക്കാതെ ഇരിക്കുന്നതെങ്കിലും, നമ്മൾ ഈ രാത്രി മടങ്ങിപ്പോകുന്നതിനേക്കാൾ മുമ്പ് ചുരുങ്ങിയതിന് 50 പ്രാവശ്യമെങ്കിലും പറയേണ്ടതാണ്, എൻ്റെ ദൈവം നല്ലവനാണ്. ഹല്ലേലൂയ. അവൻ്റെ ദയ ഒരു നിമിഷത്തേക്കുള്ളതല്ല, അവൻ്റെ ദയ എന്നേക്കുമുള്ളതാണ് എന്ന് പറയാൻ വിളിക്കപ്പെട്ടവരാണ്, എന്ന് പറയാൻ നിയോഗിക്കപ്പെട്ടവരാണ് വീണ്ടെടുക്കപ്പെട്ടവരായ ദൈവമക്കൾ. ഹല്ലേലൂയ. നമ്മൾ എന്ത് പറയണമെന്ന് പോലും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. നമ്മളിൽ നിന്ന് കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ലോകക്കാർ ദൈവത്തെക്കുറിച്ച് എന്ത് അഭിപ്രായം പറഞ്ഞാലും വീണ്ടെടുക്കപ്പെട്ടവർ പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ ബൈബിളിൽ പറഞ്ഞത് അങ്ങനെ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. സ്തോത്രം. നമ്മൾ പറയണം എന്ന് ബൈബിൾ ആഗ്രഹിക്കുന്ന ചില ഭാഗങ്ങൾ ബൈബിളിലുണ്ട് കേട്ടോ. 91 സങ്കീർത്തനം സുപ്രസിദ്ധമായ സങ്കീർത്തനമാണ്. അതിൻ്റെ തുടക്കം നിങ്ങൾക്കറിയാലോ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. സ്തോത്രം. കേൾക്കണേ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവരും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്നവരും അവർ ദൈവത്തെക്കുറിച്ച് എന്ത് പറയുന്നു അല്ലെങ്കിൽ എന്ത് പറയണമെന്ന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ദൈവം എൻ്റെ സങ്കേതമാണ്, എൻ്റെ ദൈവം എൻ്റെ കോട്ടയാണ്, എൻ്റെ ശൈലമാണ്, എൻ്റെ ഒരാവശ്യത്തിന് മുമ്പിൽ മുഖം മറച്ച് കടന്നു പോകുന്നവനല്ല ദൈവം, എന്നെ കൈ ഒഴിയുന്നവനല്ല കർത്താവ് എന്ന് നമ്മൾ അത്യുന്നതൻ്റെ മറവിൽ നിൽക്കുന്നവർ പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ വായിക്കുന്ന മറ്റൊരു വാക്യമുണ്ട്. വാക്യം ഇങ്ങനെയാണ്: ആകയാൽ കർത്താവ് എനിക്ക് തുണ, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക്. എൻ്റെ പാസ്റ്ററെ അതൊക്കെ പതുക്കെ പറയണം എന്ന് പറയുന്ന പെന്തിക്കോസുകാരുണ്ട്. സ്തോത്രം കേട്ടോ. പിശാച് കേൾക്കും, അതിൻ്റെ പേരിൽ അങ്ങനെ ഉറക്കെ പറയരുതെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. തൻ്റെ ഇടം ഉണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ തുണയ്ക്കുന്നത് എൻ്റെ കർത്താവാണ്. മാസം 2500 രൂപ തരുന്ന ഒരാളല്ല, അല്ലെങ്കിൽ സ്തോത്രം എനിക്കെന്തെങ്കിലും താൽക്കാലിക സഹായം ചോദിച്ചാൽ തരുന്ന ഒരു മനുഷ്യൻ, ഒരു പ്രഭു അല്ല. എന്നെ തുണയ്ക്കുന്നത് അഖിലാണ്ടത്തിൻ്റെ ഉടയവനാണ്. രാവും പകലും അവൻ്റെ ദൃഷ്ടി എൻ്റെ മേലിരിക്കുകയാൽ അവനെനിക്ക് തുണ. ഹല്ലേലൂയ. അവനെനിക്ക് തുണ, കർത്താവ് എനിക്ക് തുണ, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് വീണ്ടെടുക്കപ്പെട്ടവർക്ക് ധൈര്യത്തോടെ പറയാം. ഹല്ലേലൂയ. ഈ പറയുന്നതിനകത്ത് ഭയങ്കര ശക്തിയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ വിചാരം പറയാം. സ്തോത്രം. ആത്മീക ജീവിതത്തിൽ നേരിടുന്ന വിഷയങ്ങളുടെ ഒരു 90% വിഷയങ്ങളും പറഞ്ഞ് ജയിക്കാം. മനസ്സിലായെന്നറിയാലേ? സ്തോത്രം. നമ്മുടെ ചിന്തക്കകത്തും പറച്ചിലിനകത്തുമാണ് ഈ പ്രശ്നങ്ങൾ മുറുകിപ്പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എന്ത് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നോ, എന്ത് പ്രാർത്ഥിക്കുന്നോ, അത് തന്നെ നമ്മൾ പറയണം. ഹല്ലേലൂയ. അത് തന്നെ പറയണം. 3 കാര്യങ്ങൾക്കാണ് വചനത്തിനകത്ത് തീവ്രമായ ശക്തി പറയുന്നത്. 1 വിശ്വാസത്തിന്, 2 പ്രാർത്ഥനയ്ക്ക്, 3 വിശുദ്ധൻ്റെ വാക്കിന്. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയൊക്കെ ഇതിൻ്റെ തെളിവ് ഞാൻ പറയും. 1, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ,
സ്തോത്രം, ഈ അത്തിയോട് പറഞ്ഞ് കടലിലേക്ക് നട്ടുപോക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് ഭയങ്കര ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പറയുന്നതിന് ഭയങ്കര ശക്തിയുണ്ട്. ഇത് മൂന്നും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വിശ്വാസി നമ്മുടെ സഭയ്ക്കകത്തുണ്ടെങ്കിൽ അവൻ ഒരു ചരിത്രമായി മാറും. കാരണം എന്താ? അവൻ വിശ്വസിക്കുന്നത് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുന്നത് പറയുകയും ചെയ്താൽ അത് സംഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം, സ്തോത്രം, ഇതിനെ ഓർഡറിൽ കൊണ്ടുവരാൻ പലപ്പോഴും പറ്റുകയില്ല. വിശ്വസിച്ച് വരുമ്പോഴത്തേക്കും പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ പറ്റാതെയാവും. പ്രാർത്ഥിക്കുന്ന കാര്യം പുറത്തിറങ്ങുമ്പോഴത്തേക്കും പറയുന്നത് വേറെ വല്ലതായിരിക്കും. ഇത് മൂന്നും കൂടി നിങ്ങളൊന്ന് എന്താ പറയുക, ഒന്ന് ഈക്വൽ മിക്സിങ് നടത്തി നോക്കി. സ്തോത്രം, ഒരു ആനുപാതികമായി ചേർത്ത് നോക്കി. കേക്ക് ഉണ്ടാക്കുന്നവർക്കറിയാം. സ്തോത്രം, ഇപ്പോൾ റെഡിമെയ്ഡൊക്കെ കിട്ടുന്നതിൻ്റെ പേര് പാലപ്പോ ഇടിയപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. വീട്ടിൽ കൊണ്ടുവച്ച വെള്ളം ഒഴിക്കുക, കുഴയ്ക്കുക, സ്തോത്രം, എല്ലാം ഉണ്ട്. കുറേ കഴിയുമ്പോഴത്ത് ഒഴിക്കുക, ഇഡ്ഡലി വല്ലതും ഉണ്ടാക്കുക. എന്നാൽ അത് വീട്ടിൽ തന്നെ അരി പിടിച്ച് ഉണ്ടാക്കിയ അമ്മമാരുണ്ട്. സ്തോത്രം, അതിൻ്റെ ആനുപാതികമായിട്ട് ചേരുവകളെല്ലാം ചേർക്കേണ്ടവണ്ണം ചേർത്തുണ്ടാക്കിയാൽ സ്തോത്രം തിന്നാൻ കൊള്ളാവുന്ന സാധനമായി മാറും. ഇതുപോലെ പ്രാർത്ഥനയൊക്കെ ചേരുവകൾ ചേർത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പറയണം ദൈവസന്നിധിയിൽ, സ്തോത്രം, എൻ്റെ ദൈവം എനിക്ക് നല്ലവനാണ്, മനുഷ്യർക്ക് എന്നോടൊന്നും ചെയ്യാനില്ല. അങ്ങനെ തന്നെ പറഞ്ഞേക്കണം. സ്തോത്രം, ആരെന്തു പറഞ്ഞാലും എത്ര വെല്ലുവിളിച്ചാലും സ്തോത്രം, ഹല്ലേലൂയ, അതിനെ ഭയത്തോടെ കാണരുത്. ഒരു ലാഞ്ചന പോലും നമ്മുടെ വാക്കിൽ നിന്ന് വരരുത്. സ്തോത്രം, നമ്മൾ പറഞ്ഞേക്കണം, നിനക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, എനിക്കിട്ടത് ഏക്കുകയല്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നവൻ ആള് വേറെയാണ്. എന്നെ തുണയ്ക്കുന്നത് ഇവിടുത്തെ ഒരു പാർട്ടി അല്ല, എന്നെ തുണയ്ക്കുന്നത് ഇവിടുത്തെ ഒരു പണച്ചാക്കല്ല, എന്നെ തുണയ്ക്കുന്നത് ഇവിടുത്തെ ഒരു ജന്മിയല്ല, എന്നെ തുണയ്ക്കുന്നത് 5 വർഷം അധികാരത്തിരിക്കുന്നത് സ്വതന്ത്ര സന്നദ്ധ സംഘടനയല്ല. എന്നെ തുണയ്ക്കുന്നത് ഒരിക്കലും താഴാത്തവനായ അഖിലാണ്ടത്തിന്റെ ഉടയവനായ മഹാദൈവമായിരിക്കുകയാൽ നിനക്ക് എന്നോടൊന്നും ചെയ്യാനില്ല ഹല്ലേലൂയ എന്ന് പറയാനുള്ള അധികാരം നമുക്കുണ്ട്. വരുന്നു ഞാൻ 107-ാം സങ്കീർത്തനത്തിൻ്റെ ആരംഭ വാക്കിലേക്ക്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ കണ്ടോ? എവിടെ എഴുതിയിരിക്കുന്നത്? 2-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തു. വീണ്ടെടുപ്പ് നടന്നതിനെക്കുറിച്ചൊന്ന് പറയുക കേട്ടോ, നമുക്ക് ഇച്ചിരി ധൈര്യം ഉണ്ടാകാൻ വേണ്ടി. സ്തോത്രം, ബൈബിള് നമ്മൾ നന്നായി പഠിച്ചാൽ മനുഷ്യൻ ഏതെങ്കിലും ഒരു ശക്തിയുടെ കയ്യിലായിരിക്കും. സ്തോത്രം, സ്വതന്ത്രനാന്നൊക്കെ എത്ര പറഞ്ഞാലും ചില ആളുകൾ പറഞ്ഞിട്ടില്ലേ, എനിക്കെന്തോ പറ്റിയെന്നറിയില്ല, ഈ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയി, പറഞ്ഞു പോയി എന്ന് അനുദപിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. ഇവിടെ അടുത്താണല്ലോ സ്തോത്രം ജയില്. നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ടീമായിട്ടോ 2 പേര് കൂടിയോ അവസരമുണ്ടാക്കി നിങ്ങൾ ജയിൽ സന്ദർശിക്കുകയാണെങ്കിൽ അവിടുത്തെ കുറ്റവാളികളോട് വ്യക്തിപരമായി സംസാരിക്കാൻ അവസരം കിട്ടുക. ചിലപ്പോൾ ഒറ്റയടിക്കൊന്നും മനസ്സ് തുറന്നില്ലെങ്കിലും സ്തോത്രം, നിങ്ങൾക്ക് അവരുടെ മനസ്സ് തുറപ്പിക്കാൻ പറ്റിയാൽ അവരോട് കാര്യങ്ങൾ ചോദിക്കണം. ഇങ്ങനെ ഒരു ജീവിതമാണോ പ്രതീക്ഷിച്ചത്? എന്തോ സംഭവിച്ചു? ഭാര്യയെ കൊന്നവൻ അവിടെ കാണും, സ്വന്തം കുഞ്ഞിനെ സ്തോത്രം അനാവൃതമാക്കിയവൻ അതിനകത്ത് കാണും, ചിലപ്പോൾ സ്നേഹിതനെ, സഹോദരനെ, അയൽക്കാരനെ താൽക്കാലിക നന്മയ്ക്ക് വേണ്ടി, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി നീചകൃത്യങ്ങൾ ചെയ്തവരനകത്ത് കാണും. 8 or 9 വർഷം, 3 or 4 വർഷം കാരാഗ്രഹവാസം അനുഭവിക്കുന്നവൻ്റെ അടുക്ക് പോയിരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ അവനെ സ്വാധീനിക്കാൻ പറ്റിയ ചോദിച്ചാൽ അവരിൽ മിക്കവാറും പേര് പറയുന്നൊരു സംഗതിയുണ്ട്. അന്നെന്നറിയോ? ഇങ്ങനെയൊക്കെ വരുമെന്ന് ഓർത്തല്ല ചെയ്തത്. ഒരു ദുർബല നിമിഷത്തിൽ, അബദ്ധത്തിൽ, ഒരു ബലഹീന നിമിഷത്തിൽ സംഭവിച്ചു പോയതാണ്. എന്താണ് ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം? മനുഷ്യൻ യോഗ്യനാണെന്നും ശക്തനാണെന്നൊക്കെ വിചാരിച്ചാലും സ്തോത്രം ഏതോ ശക്തികളുടെ കയ്യിലെ ചട്ടുകമാണ് ആളുകൾ മൊത്തം. അവൻ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും പ്രവർത്തിച്ചു പോകുന്നു, ചെയ്തു പോകുന്നു. അതിൻ്റെ തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ ആകപ്പാടെ അനുഭവിക്കുന്നു. സ്തോത്രം. എന്നാൽ രക്ഷിക്കപ്പെട്ട നമ്മുടെ പ്രത്യേകത, ഈ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം നമ്മളെ വീണ്ടെടുത്തു. എവിടെ നിന്ന്? വൈരിയുടെ കയ്യിൽ നിന്ന്. രക്ഷിക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ്, വീണ്ടെടുപ്പ് നടക്കുന്നതിനേക്കാൾ മുമ്പ് സ്തോത്രം നമ്മളെല്ലാവരും ശത്രുവിൻ്റെ, വൈരിയുടെ കയ്യിലാണിരുന്നത്.
സ്തോത്രം, അവൻ്റെ കയ്യിലെ കളിപ്പാവകളായിരുന്നു. മദ്യപാനത്തിന്, വെറിക്കൂത്തിന്, ലോകമോഹത്തിന്, വിഗ്രഹാരാധനയ്ക്ക്, സ്തോത്രം, ഭയങ്കരമായ വിദ്യാഭ്യാസവും നോളജും മറ്റുള്ളവരെ ഉപദേശിപ്പാനൊക്കെ സമർത്ഥരായിരിക്കുമ്പോൾ തന്നെ ദൈവമല്ലാത്ത പലതിൻ്റെ മുമ്പിൽ ദൈവമെന്നോർത്ത് മുട്ടുകുത്തി നടന്ന കാലം, നമ്മളെ അവൻ്റെ കയ്യിലെ കളിപ്പാവയാക്കിയ കാലം. എന്നാൽ ആദ്യത്തെ ദൂത് ഞാൻ പറയാം, വീണ്ടെടുക്കപ്പെട്ടപ്പോൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ റിലീസ് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന്, ആ വൈരിയുടെ കയ്യിൽ നിന്ന്, ആ ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്ന്. ഹല്ലേലൂയ! എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ഞാനിത് പറയുമ്പോൾ പാസ്റ്റർ പ്രസംഗം ഒപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച വാക്യമാണെന്നല്ല, ഇതെന്റെ അനുഭവമാണ് എന്ന് ഇതിനകത്ത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നടന്നുപോയ കാലമുണ്ട്. ഈ കുടുംബത്തിന്റെ സ്വസ്ഥത കെടുത്തിയ, സമാധാനം കെടുത്തിയ, ആ സ്വന്തം ആകുലതകൾ വരുത്തിയ ഒരു പഴയ കാലമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ സ്വതന്ത്രരാണ്. എന്തുകൊണ്ടെന്നാൽ എന്റെ ദൈവം ഞങ്ങളെ വീണ്ടെടുത്തു. എവിടെ നിന്ന്? വൈരിയുടെ കയ്യിൽ നിന്ന്. വൈരിയുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം നമ്മൾ എന്തൊക്കെ ചെയ്താലും പ്രതീക്ഷിക്കുന്ന നന്മ വരികയില്ല. എല്ലാ വാക്യങ്ങളും വായിക്കാൻ നേരമില്ലാത്തതിൻ്റെ വലിയ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ ഇവിടെ എൻ്റെ 107 സങ്കീർത്തനത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കേട്ടോളണേ, സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം, എവിടെയെങ്കിലുമൊക്കെ കുറിച്ച് വെച്ചാൽ മതി കേട്ടോ. 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: യഹോവ അവരെ മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോൾ ഇച്ചിരിയോടെ സീരിയസ് ആയൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം അവരെ വിറ്റുകളഞ്ഞു. വിറ്റുകളഞ്ഞു. സ്തോത്രം. കേൾക്കണേ, ആ പ്രയോഗങ്ങളൊക്കെ ശരിക്കും നഷ്ടത്തിൻ്റെ കഥ പറയുന്ന. ദൈവം വിറ്റുകളഞ്ഞു. ദൈവത്തിൻ്റെ സ്വന്തം ജനമായിട്ട് ദൈവം വിളിച്ചുകൊണ്ട് വന്ന അവരെ വീണ്ടും ദൈവം അവരെ വിറ്റുകളഞ്ഞു എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ഓക്കെ, വിറ്റുകളച്ചിലേക്ക് പോകാൻ ഇന്ന് രാത്രിക്കാലം അതൊരു ഡീൽ നമുക്ക് മനസ്സിലാക്കണം. ചരിത്രത്തിലെ കൊടുക്കൽ വാങ്ങലുകൾ നടന്ന അനവധി സംഭവങ്ങൾ വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഠിക്കാൻ പറ്റും. ദൈവം മനുഷ്യകുലത്തിന് വേണ്ടി മുടക്കിയ മുതലും ഏതൊക്കെ ഘട്ടങ്ങളിൽ ദൈവമായ കർത്താവ് മനുഷ്യനെ വിവിധ തരങ്ങളിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എവിടെ നിന്നൊക്കെയാണ് എന്ന വിഷയം വളരെ ഗഹനമാണ്. സ്തോത്രം. വേദപുസ്തകമായിട്ട് ബന്ധമുള്ളവരല്ലേ ദൈവദാസന്മാരും ദൈവമക്കളുമായി നിങ്ങൾ പഠിക്കാൻ എളുപ്പമുള്ള വിഷയമാണ്. ശ്രമിച്ചു നോക്ക്. നിശ്ചയമായും ഒരുപാട് കാര്യങ്ങളുടെ ധാരണകൾ ദൈവമായ കർത്താവ് നമുക്ക് തരാതിരിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കണേ, ദൈവം വിറ്റ് കളഞ്ഞാൽ നമ്മുടെ ഗ്യാരണ്ടി പോയി. ചിലപ്പോൾ ഒരു അനുതാപമൊക്കെ തോന്നിയേക്കാം. നമ്മൾ ഓർത്ത് നമ്മൾ വിറ്റൊരു വാഹനം, നമുക്കൊരു വോക്സ്വാഗനോ അല്ലെങ്കിൽ സ്തോത്രം ഏതെങ്കിലും നല്ല കമ്പനിയുടെ ഒരു വണ്ടി ഉണ്ടാകുന്നിരിക്കട്ടെ, 5 വർഷം നമ്മൾ ഓടിച്ചു, ഒരു കുഴപ്പമില്ല, പോറൽ പോലും ഏറ്റില്ല. നമ്മൾ 5 വർഷം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ഒരു 7 സീറ്റർ എടുക്കാൻ വേണ്ടി ആ വണ്ടി വിറ്റ് കളഞ്ഞു ഒക്കെ കൊടുത്തത്. 2 മാസം കഴിയുമ്പോൾ നിങ്ങളങ്ങ് പോകുമ്പോൾ കേശവദാസപുരം കഴിയുമ്പോൾ ഒരു ദിവസം നിങ്ങൾ നോക്കുമ്പോൾ റോഡ് സൈഡിൽ നിങ്ങൾ വിറ്റ വണ്ടി ഇടിച്ച് കിടക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യും? ഇറങ്ങി ഒന്ന് കരയോ? അല്ലെ യാത്ര റദ്ദാക്കുമോ? ഇല്ല. നമ്മളൊന്ന് ചവിട്ടി നിർത്തും, നോക്കും, അയ്യോ നമ്മുടെ വണ്ടിയല്ലേ, പഴയ നമ്പർ അത് തന്നെ, KL01B 3645, അയ്യോ നല്ല വണ്ടിയായിരുന്നു, ഫ്രണ്ട് മുഴുവൻ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പൊടിയും തട്ടി നമ്മൾ നേരെ വണ്ടി വിടും. കാരണം എന്താ? ഇന്ന് ഓണർഷിപ്പ് നമ്മുടെ പേരിലല്ല, നമ്മൾ വിറ്റ വണ്ടിയാണ്. എന്നാൽ നിങ്ങൾക്ക് 3 വണ്ടി ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെ ഡ്രൈവറിൽ ഒരു വണ്ടി കൊടുത്തയച്ചു, നിങ്ങൾ നിങ്ങളുടെ ഓൺ വണ്ടി കൊണ്ട് പുറകെ മറ്റൊരു കാര്യത്തിന് വേണ്ടി പോയി. അപ്രതീക്ഷിതമായ സമയത്ത് നിങ്ങളങ്ങ് പോകുമ്പോൾ പട്ടത്ത് വെച്ച് നിങ്ങളുടെ സ്വന്തം വണ്ടി ഇടിച്ച് കിടക്കുന്നു. നിങ്ങൾ മറ്റൊരു വണ്ടിയിലാണ് ധൃതി പിടിച്ചാൽ പോകുന്നത്, കൊല്ലത്തേക്ക് പോവുക. പക്ഷേ നിങ്ങളുടെ ഓണർഷിപ്പിലുള്ള നിങ്ങളുടെ വണ്ടി ഇടിച്ച് കിടക്കുന്ന കണ്ടാൽ നിങ്ങളെന്താ പറയും? ഇതും KL01B 5616 എൻ്റെ വണ്ടിയാണല്ലോ, കിടക്കട്ടെ പറഞ്ഞ് പോവോ? ഇല്ല. ചിലപ്പോൾ നമ്മളന്ന് യാത്ര റദ്ദാക്കും. കാരണം എന്താ? എൻ്റെ വണ്ടിയാണ്. സ്തോത്രം. മനസ്സിലായോ? ദൈവം വിറ്റ വണ്ടിയാണെങ്കിൽ ഇടിച്ചു കിടക്കുന്ന കണ്ടാലും തലയാട്ടിയിട്ട് ദൈവം അങ്ങ് പോകത്തുള്ളൂ. എൻ്റെ ആയിരുന്നു സംഭവം, എനിക്ക് അന്നേ അറിയായിരുന്നു ഇവൻ കൊണ്ടോ ഇത് ചാർത്തു എന്ന്, അങ്ങനെ പറയുള്ളൂ. ദൈവത്തിൻ്റെ ഓണർഷിപ്പിലാണ് കിടക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു തട്ട് റോട്ടിൽ വെച്ച് കിട്ടിയേക്കാം, കിട്ടിയാലും ദൈവം അവിടെ നിന്ന് വിട്ടുപോകത്തില്ല. അറിയാമോ? ഹല്ലേലൂയ. ആ പ്രശ്നത്തെ ഊരി പുറത്തു കൊണ്ടുവന്ന് സംഗതി പാച്ച് വർക്ക് ചെയ്ത് സ്വത്രം പെയിന്റ് അടിച്ച് എന്റെ വണ്ടിയായ അഭിമാനത്തിന് തക്കവണ്ണം പുറത്തിറക്കുന്നതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ട് നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ പുറത്തു പോകത്തുള്ളൂ. ഇത് നിങ്ങളുടെ വാഹനത്തോടുള്ള കൂറുണ്ടെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ദൈവം
ഇന്ന് രാത്രി ഞാനിത് കയറി വന്ന് പറയുമ്പോൾ ആത്മാവിൽ പറയാം, എവിടെയെങ്കിലും തട്ടോ മുട്ടോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കിലെ പ്രാർത്ഥന കൊണ്ട് ഇന്ന് രാത്രി ആ പാച്ച് വർക്ക് ദൈവം നടത്തും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത്, സ്തോത്രം, ഹല്ലേലൂയ, എവിടെ നിന്നോ വന്ന് കയറിയ ഓലെ ശക്തമായ ആക്സിഡന്റുകൾ, എത്ര ശക്തമായ അപകടങ്ങൾ, അതിന്റെ പുറകെ സംഭവിച്ചു പോയ സകല അപമാനങ്ങൾ, ഇതിന് മുഴുവനെയും ഇന്ന് രാത്രി നസ്രയനായ യേശു എന്ന വീണ്ടെടുപ്പുകാരൻ, വില കൊടുത്ത് വാങ്ങിയവൻ, അവന്റെ പേരിലാണ് നിന്റെ ബുക്കും പേപ്പറുമെങ്കിൽ, ഈ രാത്രി ഞാൻ പറയുന്ന പഠനങ്ങൾ കേൾക്കുന്നുണ്ടോ? അവന്റെ പേരിലാണ് നിങ്ങളെങ്കിൽ, അവന്റെ പേരിലാണ് നിന്റെ ബുക്കും പേപ്പറുമെങ്കിൽ, എന്റെ ദൈവം നിന്നെ വഴിത്തലക്ക് കൈവിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആത്മധൈര്യത്തിനും ദൈവപ്രവർത്തിക്കും എന്നെ സംബന്ധിച്ച് ഇത്രയൊക്കെ ധാരാളം മതി കേട്ടോ. കാരണം എൻ്റെ ഉള്ളിൽ സ്തോത്രം ഇത് കിട്ടിയാൽ മതി. എൻ്റെ ഓണർഷിപ്പ് ദൈവത്തിൻ്റെ കയ്യിൽ, എൻ്റെ ബുക്കും പേപ്പറും ദൈവത്തിൻ്റെ പേരില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തമ്പുരാൻ വന്നോളും. ജാമ്യം എടുക്കണമെങ്കിൽ എടുക്കാൻ വരും. സ്തോത്രം. തട്ടോ മുട്ടോ സംഭവിച്ചാൽ പാച്ച് കൊടുക്കുവാണെങ്കിൽ അവൻ ചെയ്തോളും. സ്തോത്രം. ഹല്ലേലൂയ. എന്തൊക്കെ ചെയ്യണം ഇതെല്ലാം ചെയ്യാൻ എൻ്റെ മുതലാളി ശക്തനാണ്. ഹല്ലേലൂയ. ആ വിശ്വാസമെങ്കിലും ഇന്ന് രാത്രി നമ്മുടെ അകത്തേക്ക് കയറിയാൽ ഞാൻ ആത്മാവിൽ പറയാം, നിനക്ക് സംഭവിച്ച സകല ആഘാതങ്ങളും ഈ രാത്രി ഒരു ചളുക്കം പോലുമില്ലാതെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ, കൊച്ചു ഉപവാസ പ്രാർത്ഥനയിൽ, ഇത് സഭയുടെ ഒരു വലിയ ഉപവാസ പ്രാർത്ഥനയല്ല, ഇതൊരു ചെറിയ പ്രാർത്ഥനയാണെങ്കിലും ഈ പ്രാർത്ഥനക്കകത്ത് സംഭവിച്ചു പോയ, കുടുംബത്തിന് സംഭവിച്ചു പോയ, കുടുംബ ജീവിതത്തിന് സംഭവിച്ചു പോയ, ആത്മീയതയ്ക്ക് സംഭവിച്ചു പോയ സകല പോറലുകളും സകല ചളുക്കങ്ങളും ഈ രാത്രികാലം, ഹല്ലേലൂയ, എന്റെ ആത്മാവിൽ ഞാൻ പറയുന്നു, ഈ രാത്രിക്കാലം ഈ ഒരു കൊച്ചുകൂട്ടമല്ല, ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളിൽ അറിയട്ടെ, എന്റെ ഉടമസ്ഥൻ ദൈവമാണെങ്കിൽ, എന്റെ ബുക്കും പേപ്പറും അവന്റെ പേരിലാണെങ്കിൽ, എനിക്ക് സംഭവിക്കുന്ന ഏത് തകർച്ചകൾക്കും അതിനകത്തുനിന്ന് ഊരിയെടുക്കാൻ കഴിവുള്ളവനാണ് എന്റെ വീണ്ടെടുത്തവൻ. കുഞ്ഞനാദ്യം പറഞ്ഞത് മിദ്യാന്റെ കയ്യിൽ ദൈവം അവരെ ഏൽപ്പിച്ചു. കുറേ വർഷങ്ങൾ മിദ്യാന്റെ കയ്യിൽ അവരിരുന്നു. ഇസ്രായേൽ ജനം വീണ്ടെടുക്കപ്പെട്ടവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇടക്കാലം കൊണ്ട് മിദ്യാന്റെ കയ്യിലായിപ്പോയി അവർ. ഇനി നിങ്ങൾ ചരിത്രം പരിശോധിക്കുക. മിദ്യാന്റെ കയ്യിലിരിക്കുമ്പോഴും അവർ രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞിട്ട് കൃഷി സ്ഥലങ്ങളിലേക്ക് പണിയെടുക്കാൻ പോകും. ബാർലി വയലുകളിലും ഗോതമ്പ് വയലുകളിലും രാപ്പകലെന്നെ ഉഴുതു മറച്ചവർ പണിയെടുക്കും. കനാന്റെ മണ്ണിൽ, പാറപ്പുറത്തും തരിശു ഭൂമിയിലും, സ്വത്രം മരുഭൂമിക്ക് തുല്യമായ സ്ഥലമല്ല, ദൈവം വാഗ്ദത്തം കൊടുത്ത പാലും തേനും ഒഴുകുന്ന കനാനിലാണ് അവർ ഉഴുതു മറച്ചുകൊണ്ടിരുന്നത്. സ്വത്രം. ഹല്ലേലൂയ. വിത്ത് അവരുടെ കയ്യിലുണ്ട്, കൃഷി അവർക്കറിയാം. വളരെ പാകപ്പെടുത്തി കഠിനാധ്വാനം ചെയ്ത് സ്വത്രം വയലുഴുതു മറച്ച് രാത്രി വിത്തിന് കാവൽ കിടന്ന ആകാശത്തിലെ പറവകൾ കൊണ്ടുപോകാതെ മുളപ്പിച്ചു കൊണ്ടുവന്ന് വളമിട്ട് വെള്ളമൊടിച്ചു കൊണ്ടുവരും. പക്ഷെ അനുഭവിക്കാൻ 1 കൊല്ലം പോലും അവർക്ക് പറ്റിയിട്ടില്ല. എന്താ കാര്യം അറിയാമോ? സ്വത്രം. അധ്വാനിക്കുന്നുണ്ട്, കൃഷി അറിയാം, പണി അറിയാം, പ്രഭാതത്തിൽ ഉണരുന്നുണ്ട്, സംഗതിയൊക്കെ ഉണ്ടെങ്കിലും ഇരിക്കുന്നത് മിദ്യാന്റെ കയ്യിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നമ്മുടെ രക്ഷയുടെ ഇനി ഒരു 5 കൊല്ലത്തേക്ക് സ്തോത്രം പറയാനുള്ള വക ഞാൻ പറയാം. എൻ്റെ ദൈവത്തിന്റെ കൃപയാൽ നട്ടാ മുളയ്ക്കാത്ത, വിതച്ചാ കൊയ്യാൻ പറ്റാത്ത, സ്തോത്രം, ഒരു ചിട്ടി കൂടിയാൽ പോലും സ്വപ്നം കാണുന്ന കാര്യങ്ങൾ നടക്കാൻ പറ്റാതിരുന്നൊരു കുടുംബത്തിൽ നിന്ന് സ്വർഗം എന്നെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയുമ്പോൾ സ്തോത്രം, ജീവിതത്തിലെ സ്വപ്നങ്ങൾ കൊണ്ട് പൂവണിഞ്ഞ് നിറവേറാൻ പറ്റാതെ എത്രയോ കാലങ്ങൾ കണ്ണുനീരോടെ നിലവിളിച്ചിട്ടുണ്ടെന്ന് പറയും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ സുവിശേഷം പറയാൻ വേണ്ടി പോയി, ഞാനും എൻ്റെ ഭാര്യയും കൂടി. വല്ലപ്പോഴൊക്കെ ഒരു അവസരത്തിൽ ഇതുപോലെ പ്രസംഗപീഠത്തിൻ്റെ പുറകിൽ നിന്ന് പ്രസംഗിക്കാൻ അവസരം കിട്ടാറുള്ളൂ. ഭൂരിപക്ഷവും വ്യക്തിപരമായ വീടുകളിൽ പോയി ദൈവജനം പറയുന്നൊരു മനുഷ്യനെ ഞാൻ കേട്ടോ. സ്തോത്രം. വല്ലപ്പോഴൊക്കെ ആരെങ്കിലും വിളിക്കും ഇതുപോലെ. സ്തോത്രം. അന്നേരം പോയിന്ന് പ്രസംഗിക്കുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് എൻ്റെ സഭയായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക. സുവിശേഷം പറയാൻ വേണ്ടി ഒരു വീട്ടിൽ പോയി, ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന, എന്നാൽ കർത്താവുമായിട്ട് ഇച്ചിരി അടുപ്പം വന്നിരിക്കുന്ന കുടുംബം. അപ്പോൾ അവർ സങ്കടത്തോടൊരു കാര്യം പറഞ്ഞു. അപ്പോൾ എൻ്റെ പഴയ കാലം ഓർത്ത് ഞാൻ അവർക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി കരഞ്ഞു. സ്തോത്രം. ആ വാക്കിങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, ഒത്തിരി കഷ്ടപ്പാടിൽ കോളനി പ്രദേശത്ത് താമസിച്ചവരാ.
അവർ യേശുവിനെയൊക്കെ ആരാധിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു വാടക വീട്ടിലേക്ക് മാറി ആ വീടോടെ കിടക്കുക. അപ്പോൾ അവരെന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ഒത്തിരി ജീവിതത്തിൽ ഒരു വലിയ സ്വപ്നമായിരുന്നു ഒരു ഫ്രിഡ്ജ് വേണമെന്ന്. ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരു ഫ്രിഡ്ജ് ഇല്ലാത്ത വീട് ഏതാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമുക്ക് ഫ്രിഡ്ജ് എന്ന് പറഞ്ഞപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും, പത്തേമാരി പോലത്തെ വലിയ സാധനം 3 വീട്ടിലിരിക്കുന്നു, അത് വലിയ കാര്യമാണ് നമുക്ക് തോന്നിപ്പോൾ. പക്ഷേ അവരെ സംബന്ധിച്ച് ഒരു ഫ്രിഡ്ജ് ഇപ്പോഴും ഇല്ല അവർക്ക് കേട്ടോ. ഭയങ്കര സ്വപ്നമായിരുന്നു. അവരോട് പറഞ്ഞു, എൻ്റെ മോക്ക് അവൾ GNM എങ്ങാണ്ടും പഠിച്ചിട്ട് എങ്ങാണ്ടും ജോലി കിട്ടി 10,000-3000 രൂപ ശമ്പളം കിട്ടും. അപ്പോൾ അവൾ ഇച്ചിരി പൈസ പിടിച്ചു വെച്ചിട്ട് ബാക്കി പൈസ അയച്ചു കൊടുത്തിട്ട് അവൾ കളയാതെ ഒരു ചിട്ടി കൂടി 10,000 രൂപയുടെ. അപ്പോൾ ആ ചിട്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ പറഞ്ഞ് അവൾ ആ പൈസ അമ്മയെക്കൊണ്ടാണ് കുടിച്ച് ചിട്ടി വിളിച്ചിട്ട് പറഞ്ഞു വേറെ ഒന്നും ചെയ്യരുത്, ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ പറഞ്ഞു. പക്ഷെ അവർ ആ കൊച്ചു പോയി അധ്വാനിച്ചു, ചിട്ടി കൂടി, ചിട്ടി വിളിച്ചു. ഈ കഴിഞ്ഞ ഓണസമയത്ത് ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുമ്പോൾ അവരുടെ പിതാവ് ഒരു ചെറിയൊരു അപകടത്തിൽപ്പെട്ടു. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി. അപകടം ഉണ്ടായി മുഖാന്തരത്തിന് കാരണമായവരൊക്കെ ചെന്നൊരു ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് അവർ പോയി. അവർ തിരിഞ്ഞു നോക്കിയില്ല, ആളിവരുടെ അല്ലേ, ചികിത്സിക്കേണ്ടി വന്നു. സ്തോത്രം. അവരെന്നോട് പറഞ്ഞു 16,000 രൂപ ഉണ്ടായിരുന്നു ചിട്ടി വിളിച്ചപ്പോൾ ഫ്രിഡ്ജ് മേടിക്കാൻ. സ്തോത്രം. 16,200 രൂപ ബില്ലടച്ചു വാസ്ത്രേ. ആ സ്വപ്നം തീർന്നു. അവരെന്നോട് ഈ കഥ പറയുമ്പോൾ ശരിക്കും എൻ്റെ ഉള്ളുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഞാൻ ഈ 107-ാം സങ്കീർത്തനം ഈ വാക്യം ഓർത്തു. അപ്പോഴാണ് ശരിക്കും എൻ്റെ ഉള്ളിലേക്കൊരു സന്ദേശം കയറി വന്നത് കേട്ടോ. ഈ കാര്യം ഞാൻ അവരോട് തീർത്തു പറഞ്ഞു. എനിക്ക് പറയാൻ വേറെ വാക്കൊന്നുമില്ല. ഞാൻ ചേച്ചിയോട് പറയാം, സ്തോത്രം ചെയ്യാൻ തുടങ്ങിയാലും പാട്ടുപാടി ആരാധിക്കാൻ തുടങ്ങിയാലും അതൊക്കെ ഒരു തുടക്കമായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രക്രിയ അല്ലെങ്കിൽ ക്രിയ ഞാൻ പറയാം. ഒരുവനെ ദൈവമായ കർത്താവ് സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾ ആയിരുന്ന എല്ലാ കരങ്ങളിൽ നിന്നും യേശുക്രിസ്തു നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരും. വൈരിയുടെ കയ്യിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജ് മേടിക്കാൻ പറ്റിയല്ല. വൈരിയുടെ കയ്യിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് വീട് പണിയാൻ പറ്റിയല്ല. വൈരിയുടെ കയ്യിലിരുന്നുകൊണ്ട്, സ്തോത്രം ഹല്ലേലൂയ, നിങ്ങൾക്കൊരു പക്ഷെ പ്രതീക്ഷിക്കുന്നത് പോലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയിരിക്കുകയല്ല. വൈരിയുടെ കയ്യിലിരുന്നു കൊണ്ട്, സ്തോത്രം, നിങ്ങൾക്കൊരു പക്ഷെ വേണ്ടുമെന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിരിക്കുകയല്ല. സുവിശേഷകന്മാരോട് ഞാൻ പറയാം, വൈരിയുടെ കയ്യിലിരുന്നു കൊണ്ട് നമുക്ക് നല്ലൊരു കർത്തൃവേല ചെയ്യാൻ പറ്റില്ല, ആത്മാക്കളെ നേടാൻ പറ്റില്ല, ഒരാളെ പോലും സ്നാനപ്പെടുത്താൻ പറ്റിയിരിക്കുകയില്ല. എന്തുകൊണ്ടെന്ന് രാത്രി ഞാനിത് പറയുന്നു എന്നുള്ള കാര്യം പരിശുദ്ധാത്മാവിൽ നിങ്ങൾ വിവേചിക്കുക. നമുക്ക് അല്പസമയമുള്ളൂ, അതവിടെ നടക്കട്ടെ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. കേൾക്കുക. സ്തോത്രം. ആത്മാവിൽ ഞാൻ പറയാം നിങ്ങളോട് ഇന്ന് രാത്രികാലം ഏതെങ്കിലും വിധത്തിൽ ഇതിനകത്തിരിക്കുന്ന ഒരു കൊച്ചു ചെറുക്കനെങ്കിലും ഇന്ന് രാത്രി വൈരിയുടെ കയ്യിലായിരിക്കുന്നതെങ്കിൽ അവനെ എൻ്റെ കർത്താവ് നിമിത്തം ആ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒരു ഹാൻഡ് ഓവർ നടത്താനാണ് ഈ രാത്രി സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. അത് സംഭവിക്കട്ടെ എന്നോർത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ഈ രാത്രിക്കാലം ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുന്നത് ഹല്ലേലൂയ. നമ്മൾ ഏത് സഭയിലായിരിക്കുന്നത് എന്നുള്ളതല്ല, നമ്മൾ സ്തോത്രം ഇപ്പോൾ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ എത്രാമത്തെ നിലയിലെ ഫ്ലാറ്റിലാന്നുള്ളതല്ല, നമ്മൾ ഏത് പ്രസ്ഥാനത്തിലെ മെമ്പർഷിപ്പ് എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തിന്റെ കയ്യിലാണോ അതെയോ മിഥ്യാന്റെ കയ്യിലാണോ? ഈ രാത്രിക്കാലം സ്തോത്രം പറഞ്ഞാലും അന്യഭാഷ പറഞ്ഞാലും ദൈവത്തെ കരമടിച്ച് ആരാധിച്ചാലും എനിക്ക് അവന്റെ കയ്യിൽ ഒരു വാസം വേണ്ട. ദുഷ്ടന്റെ കയ്യിലെ ചട്ടുകമായി, അവന്റെ കയ്യിൽ ആയുധമായി, അവന്റെ പിണയാളായി ഇരിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയാൻ ഈ രാത്രി ഇതിനകത്ത് ഒരാളെങ്കിലും ശേഷിക്കുന്നെങ്കിൽ അവർ ദൈവത്തോട് പറഞ്ഞാൽ ഞാനൊരു ദൂത് പറയാൻ മോനെ, ഇന്ന് രാത്രി സ്വർഗം നിന്നെ അവന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കാൻ അരയും തലയും മുറുക്കി ഈ ഹോളിനകത്ത് വന്നിരിക്കുന്ന ദൈവത്തെ ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയാ, അവൻ ചുമ്മാ ഒരു വീണ്ടെടുപ്പുകാരന് പേരുള്ളവനല്ല. കൈ ആരുടെ കൈയാണെങ്കിലും എത്ര ബലമുള്ള കൈയാണെങ്കിലും ആ ബലിഷ്ഠമായ കരത്തിനകത്ത് നിന്ന് മനുഷ്യവർഗത്തെ പിടിച്ചു പറിച്ച് മേടിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഇസ്രായേൽ മക്കൾ എന്ന് പേരുണ്ട്. ചെങ്കടൽ കടന്നു, ചോരത്തളി ആചരിച്ചു, പെസഹ കുഞ്ഞാടിന്റെ മാംസം തിന്നു, മന്ന തിന്നു വന്നവരാണ്. പാറയിലെ വെള്ളം കുടിച്ചു, പരിച്ഛേദന കഴിച്ചു. വന്നത് കനാനിൽ തന്നെയാണ്. ചുമ്മാ വിത്തെറിഞ്ഞാൽ 100 മേനി വിളയുന്ന മണ്ണിലാണ് ഇവിടെയൊക്കെ വന്നതെങ്കിലും കുറെ കാലം വിതച്ചിട്ട് തിന്നാൻ യോഗം ഉണ്ടായില്ല. കാരണം സ്തോത്രം, ജനിച്ച സമയത്തിന് ദോഷമല്ല, മറ്റൊരു പ്രശ്നമല്ല. അതിന്റെ പ്രശ്നം ഇതാണ്, ഇരിക്കുന്നത് ശത്രുവിന്റെ കയ്യിലാണെങ്കിൽ
ഹല്ലേലൂയ. കേൾക്കുന്നോ? നല്ലൊന്നാന്തരം ഒരു സഭയിലെ മെമ്പർഷിപ്പും നീ ഇരിക്കുന്ന ദുഷ്ടന്റെ കയ്യിലുമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ വേര് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് സംഭവിക്കാതിരിപ്പാൻ ഇന്ന് രാത്രി ഏതൊക്കെയോ കുടുംബങ്ങളോട് ദൈവം പറയുന്നു, ദുഷ്ടന്റെ കയ്യിലെ ആയുധമായി മാറരുത്. ഒരു നിമിഷം പോലും അവന് നിന്നെ ഉപയോഗിക്കേണ്ടി വരരുത്. വൈരിയുടെ കയ്യിൽ നിന്ന് ഈ രാത്രി ദൈവം നിന്നെ തന്ത്രപരമായി വഞ്ചനാപരമായി നിന്നെ വളച്ചു വെച്ചിരിക്കുന്ന ചില ദുഷ്ടശക്തികളുടെ ദുഷ്ടാത്മ വ്യാപാരങ്ങളുടെ ജഡീകരണങ്ങളിൽ ചിലരെ, നമ്മുടെ മക്കളിൽ ചിലരെ വീണ്ടെടുത്ത് പുറത്തു കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈരിയുടെ കയ്യിലിരുന്ന് വിജയിക്കാൻ പറ്റില്ല. എന്നിട്ട് വീണ്ടെടുത്തിട്ട് അവൻ നമ്മളെ റോട്ടിലേക്ക് വിടുകയല്ലേ. ഇത് യോഹന്നാൻ 10 നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ട്. യേശു പറഞ്ഞ വാക്യമാണ്. ആ വാക്യം ഇതാണ്: എൻ്റെ പിതാവ് എന്നിലും വലിയവൻ. സ്തോത്രം. 10:29 അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആർക്കും പിടിച്ചു പറിക്കാൻ പറ്റില്ല. ഇപ്പൊ വീണ്ടെടുക്കപ്പെട്ടവർ എവിടെ ഇരിക്കുന്നെന്നറിയാമോ? വീണ്ടെടുക്കപ്പെടുന്നതിനേക്കാൾ മുമ്പ് വൈരിയുടെ കയ്യിലിരുന്നവർ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്തോത്രം ദൈവത്തിന്റെ കയ്യിൽ അവരുടെ സ്ഥാനമായി. യേശു അതിനൊരു വെല്ലുവിളിച്ചുകൊണ്ട് പറയുക, ധൈര്യമായി ചെന്നാക്കട നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ വിടാം. നിങ്ങൾക്കൊരു പോറലേക്കില്ല. കാരണം നിങ്ങളുടെ തൊലിക്ക് അത്രയും കട്ടിയുള്ളത് കൊണ്ടല്ല, നിങ്ങൾ ഇരിക്കുന്നത് എൻ്റെ അപ്പന്റെ കയ്യിലാണ്. എന്നേക്കാൾ ബലവാനാണ് എൻ്റെ പിതാവ്. അവന്റെ കയ്യിൽ നിന്ന് നിന്നെയോ നിന്റെ മക്കളെയോ പിടിച്ചു പറിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്ര സുരക്ഷിത താവളം ഒരുക്കി നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ കരവലയത്തിനകത്തിരുന്നിട്ടും നമുക്ക് സ്തോത്രം ഭാരപ്പെടാനുള്ള വഴി ഉണ്ടാകുന്നതിന്റെ കാരണം നമ്മൾ കൂലങ്കുക്ഷമായി ഇൻവെസ്റ്റിഗേഷൻ നടത്തി തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. ഇത്ര ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ദൈവം നമ്മളെ കൊണ്ട് കയറ്റിട്ട് എവിടെയായി ചോർച്ച, അത് നമ്മൾ മനസ്സിലാക്കാനിടയാകണം. സ്തോത്രം, ഹല്ലേലൂയ. വൈരിയുടെ കയ്യിൽ നിന്ന് അവൻ നമ്മളെ സ്തോത്രം കർത്താവിന്റെ കയ്യിലേക്ക് കൊണ്ടു ചേർത്തു. സ്തോത്രം. പദാനുപദമായിട്ട് ആ കാര്യത്തെ പറയാൻ നോക്കിയാൽ ഒരുപാട് വാക്യങ്ങളുണ്ട്. സ്തോത്രം. നമുക്കറിയാം നല്ല ശമരിയാക്കാരൻ്റെ സംഭവം പറയുന്നിടത്ത് എരിഹോവിലേക്ക് പോയ ഒരു മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവിടുത്തെ ഭാഗത്തെ വ്യാഖ്യാനിക്കേണ്ടതാണ്. ഇവിടുത്തെ ലേവ്യനാര, പുരോഹിതനാര, ഈ യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് ഇറങ്ങിപ്പോന്ന അവനെ ആരെ ചിത്രീകരിക്കുന്നു? അവൻ അകപ്പെട്ട കള്ളൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ശമരിയക്കാരൻ ആരാ? ഇതെല്ലാം സ്തോത്രം അവൻ ഉപയോഗിച്ച വീഞ്ഞേതാ, എണ്ണയേതാ, ഇതൊക്കെ ആ സംഭവത്തിൽ വ്യാഖ്യാനിക്കേണ്ടതാണ്. നമുക്കറിയാം സ്തോത്രം, ആ കഥയിലെ കള്ളൻ പിശാചിന്റെ കയ്യിൽ അകപ്പെട്ട കാര്യം പറയുന്നത്. അവന്റെ കയ്യിൽ അകപ്പെട്ടവർക്ക് മുറിവും വേദനയും ചതവും മാത്രമേ ബാക്കി വരാറുള്ളൂ. കൃപയാൽ ഇന്ന് രാത്രിക്കാലം നമ്മൾ വീണ്ടെടുത്തത് എവിടെ നിന്നറിയുമോ? ആ കരത്തിൽ നിന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തു. ആ കയ്യിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തു. വീണ്ടെടുത്തിട്ട് അവർക്കിട്ട പേരാണ്, അങ്ങനെ വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ അവന്റെ വിമുക്തന്മാർ. വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പേര് മാറി. എന്താ പേരെന്നറിയാമോ? വിമുക്തൻ. ഞാൻ രാവിലെ പറഞ്ഞല്ലോ, 64 പേരുകളാണ് വിശ്വാസിക്ക് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതിൽ മറ്റൊരു പേരാണ്, ഞാൻ രാവിലെ ഒരു പേര് പറഞ്ഞു, അറിയുന്നവർ. മറ്റൊരു പേരാണ് വിമുക്തന്മാർ. സ്തോത്രം, ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടതോടുകൂടെ പല വിഷയത്തിൽ നിന്ന് നമ്മൾ വിമുക്തരായി. സ്തോത്രം, മനസ്സിലാവുന്നു? ഹല്ലേലൂയ. ഇത് ചില്ലറ കാര്യമല്ല. ഇത് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന, ഒരായുസ് പഠിച്ചാൽ തീരാത്ത സംഭവമാണ് രക്ഷിക്കപ്പെട്ടതോടുകൂടി നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച്. നമ്മൾ വിമുക്തരാണ്. സ്തോത്രം, വിമുക്തരാണ്. പല വിഷയത്തിൽ നിന്ന് ദൈവമായ കർത്താവ് നമ്മളെ വിമുക്തരാക്കി. ഇവിടെ പലതും നടക്കും, നമുക്കത് ബാധകമല്ല. കാരണം ദൈവം നമ്മളെ വിമുക്തരാക്കിയത് കൊണ്ട്, ദൈവം നമ്മളെ വിമുക്തരാക്കിയത് കൊണ്ട്. അപ്പൊ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ സ്ഥിതി മാറി. എന്താണെന്നറിയുമോ? കുറെ ബന്ധനോടെ വന്നു എന്നല്ല, വീണ്ടെടുക്കപ്പെട്ടതോടുകൂടി നമ്മൾ വിമുക്തരായി. എന്തിന്നൊക്കെ ഒരു 5-6 കൂട്ടം കാര്യങ്ങൾ പറയാം. 1-2 ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം. ഒന്ന്, വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ, വിലയ്ക്ക് വാങ്ങപ്പെട്ട് കഴിയുമ്പോൾ, പഴയ നിയമ ഭാഗങ്ങളൊക്കെ വായിക്കുന്നു, അവർക്ക് ആഭിചാരവും ക്ഷുദ്രപ്രയോഗവും ഒന്നും ഫലിക്കുകയില്ലെന്ന്. അവർ വേറെ റേഞ്ചിനകത്തായി. സ്തോത്രം. വായിച്ചിട്ടുള്ള നിങ്ങളോ? അയ്യോ, ഞാനത് ബാലരമേന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നു. ബൈബിളിൽ നിന്ന് പറഞ്ഞ കാര്യം കേട്ടോളണം. സ്തോത്രം. ആ വാക്കിങ്ങനെയാണ്: ആഭിചാരം,
ഇസ്രായേലിന് ഫലിക്കയില്ല, ലക്ഷണവിദ്യ യാക്കോബിന് ഏക്കുകയില്ല. സ്തോത്രം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ വിമുക്തരായി. പെന്തിക്കോസ്തുകാർ സമ്മതിക്കില്ല ആ കാര്യം, കാരണം അതുണ്ടെങ്കിലേ ഉപദേശിമാർ ജീവിക്കുകയുള്ളൂ. എങ്കിലും ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം, ഞാൻ അതിൽ നിന്ന് വിമുക്തനാണ്. പണ്ട് തേക്കുമായിരുന്നു, പണ്ട് ഇതൊക്കെ ഏക്കുമായിരുന്നു. ബൈബിൾ തന്നെ പറയുന്നുണ്ട് ഈ ആസ്ട്രോളജിക്കൽ സിസ്റ്റം ഒക്കെ നിലവിലുള്ളതാ, ഇല്ലെന്ന് പറയാന്നുള്ളതല്ല. കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട് കാർത്തിക, മകയിരം, രാശിചക്രം ഇതെല്ലാം ഉള്ളതാണ്. ഇതിനൊക്കെ മനുഷ്യൻ്റെ ഭവനവുമായിട്ട് ഒരു സ്വാധീനമുണ്ടെന്ന് ഇയ്യോബുമായി വാദിക്കുമ്പോൾ ദൈവം തന്നെ പറയുന്നു. സായിപ്പിൻ്റെ തിയോളജി അല്ല, സാക്ഷാൽ ദൈവം എന്ന് പറഞ്ഞ കാര്യം അത്. സ്തോത്രം. മനസ്സിലായോ? അതൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പം നമ്മളെ അത് ബാധിക്കുകയില്ല. കാരണം നമ്മളെ വീണ്ടെടുത്തപ്പോൾ ദൈവം കുറെ കാര്യങ്ങളിൽ നിന്ന് വിമുക്തരാക്കി. സ്തോത്രം. മനസ്സിലാകുന്നു? ഇനി നമ്മുടെ അമ്മച്ചി വീട്ടിൽ ചിലർ പറയാം, മോനെ നിന്റെ ജാതകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, നിനക്കിപ്പോൾ 53 കഴിഞ്ഞു, 54 എത്തി, സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ചുമ്മാ ഊറിയ ചിരിയോടെ പറയണം, ഞാൻ എന്നെ അതിൽ നിന്ന് വിമുക്തനായി എന്നറിയാമോ അമ്മേ? സ്തോത്രം. സംഗതിയൊക്കെ ശരിയാണ്. എൻ്റെ 40ാമത്തെ വയസ്സ് വരെയും ജാതകം അച്ചത്തായിരുന്നു, കാരണം അന്ന് ആ റേഞ്ചിലായിരുന്നു. രക്ഷിക്കപ്പെട്ട അന്ന് 40ാമത്തെ വയസ്സിലാണെങ്കിൽ അന്ന് രക്ഷിക്കപ്പെടുമ്പോൾ സ്തോത്രം കണിയാനെ കൊണ്ട് അമ്മച്ചി എഴുതിപ്പിച്ച ജാതകം അന്ന് എക്സ്പയറി ആയി. കാരണം എന്താ? ഇന്നെന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയാൽ എന്നെ മറ്റൊരു ലെവലിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഇന്ന് ആ വ്യവസ്ഥയിൽ നിന്ന് ഞാൻ വിമുക്തനാണ്. രാഹുകാലം, വാസ്തു, സ്തോത്രം, ശകുനം, നക്ഷത്രശാസ്ത്രം ഇതെല്ലാം നിലവിലുണ്ട്. എന്നാൽ ഇതിനകത്ത് വീണ്ടെടുക്കപ്പെട്ടവർക്ക് ഇതൊന്നും ബാധകമല്ല. സ്തോത്രം. ഹല്ലേലൂയ. അവനിതൊന്നും നോക്കേണ്ട കാര്യം. നല്ല കണ്ടകശനി മൂത്ത് നിൽക്കുമ്പോൾ പോയി പെണ്ണ് കെട്ടാം, ഒന്നും പറ്റിയല്ല. സ്തോത്രം. കാരണം രക്ഷിക്കപ്പെട്ടവൻ ഇതിനകത്ത് നിന്ന് വിമുക്തനാണ്. സ്തോത്രം. ഇനി അമ്മാച്ചനോ മാവിയോ ഒക്കെ പറയുമ്പോൾ 107 സങ്കീർത്തനം ഈ വാക്യം വെച്ച് പറയണം, അച്ചാച്ചൻ അറിയില്ല, ഞങ്ങൾ കുറെ കാര്യത്തിൽ നിന്ന് എക്സംഷൻ ലഭിച്ചവരാ, ഞങ്ങൾ കുറെ കാര്യത്തിൽ വിമുക്തരാ, അതുകൊണ്ട് സംഗതി ശരിയാണ്. സ്തോത്രം. ഇതൊക്കെ നിലവിൽ നാട്ടു നടപ്പുള്ള കാര്യമാണ്, ഞങ്ങൾക്കത് ബാധകമല്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ, വീണ്ടും ജനിച്ചപ്പോൾ, ദൈവം ഞങ്ങളെ വീണ്ടെടുത്തപ്പോൾ, ശത്രുവിന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ നോക്കി വേണമായിരുന്നു നടക്കാൻ. കേട്ടോ? ഹല്ലേലൂയ. ശത്രുവിന്റെ കയ്യിലായിരിക്കുന്നതെങ്കിൽ വീട് പണിയാൻ നേരത്ത് കറക്റ്റ് സമയം നോക്കിയേ ചെയ്യാവൂ, ഇല്ലെങ്കിൽ പോക്കാം. ശത്രുവിന്റെ കയ്യിലായിരിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നല്ല വാസ്തു നോക്കുന്ന ആളാരാണോ അവനെ കണ്ടുപിടിച്ച് നോക്കിയിട്ടേ ചെയ്യാവൂ, അവന്റെ കയ്യിലായിരിക്കുന്നതെങ്കിൽ. സ്തോത്രം. ദൈവത്തിന്റെ കയ്യിലായി ഇരിക്കുന്നു എന്ന് പറയുകയും ഈ പണി ചെയ്യാൻ ചെയ്താൽ അതിന്റെ അടി പാഴ്സലായിട്ട് തമ്പുരാൻ്റെ നിന്ന് കിട്ടും. സ്തോത്രം. മനസ്സിലാവുന്നു? കാരണം നിന്നെ തമ്പുരാൻ വിമുക്തനാക്കിയിട്ടും പിന്നെ ആ മുഖത്തിന്റെ കീഴിലേക്ക് ചെല്ലുന്നത് ദൈവരാജ്യത്തിന്റെ അപമാനമാണ്. ഇത് നട്ടല്ലോടെ പറയാനുള്ളത് ദൈവകൃപയെങ്കിലും ഇന്ന് രാത്രി നമ്മൾ വ്യാപരിക്കണം. അവന്റെ കയ്യിലല്ലല്ലോ ഞാൻ, പിന്നെ ഞാൻ എന്തിനാ കാര്യത്തെ ഭയപ്പെടണം? ഹല്ലേലൂയ. അവന്റെ കയ്യിലല്ലല്ലോ ഞാൻ, പിന്നെ ഞാൻ എന്തിനാ കാര്യത്തെ ഞെട്ടലോടെ കേൾക്കണം? ഞങ്ങൾക്കത് ബാധകമല്ലെന്ന് ഏത് പുള്ളിയോടും പറഞ്ഞേക്കണം. ഒരിക്കൽ കൂടി കർത്താവിന് സ്തോത്രം ചെയ്ത് എല്ലാവരും കൂടി ചേർന്ന് അടുത്ത വീണ്ടെടുപ്പിന്റെ കാര്യം പറയാം. ഒന്നോടെ പറയാൻ സമയം കിട്ടാത്തതിന് ചോദിക്കുന്നു. സ്തോത്രം. നമുക്ക് നോക്കാം അടുത്തത് എവിടെ നിന്നാണ് ദൈവം നമ്മളെ വീണ്ടെടുക്കുന്നത്. 2 ശലോമോന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. ആ ദൈവപുത്രന്റെ തന്റെ ഇടം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്യങ്ങൾ കൊണ്ടുവരുന്നത്. 2 ശലോമോൻ 7-ാം അധ്യായം 23-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. നിന്റെ ജനമായി വീണ്ടെടുപ്പാനും നിനക്കൊരു നാമം സമ്പാദിപ്പാനും അടുത്തത് മിസ്രയീമിൽ നിന്നും ജാതികളുടെയും അവരുടെ ദേവന്മാരുടെയും കൈവശത്തു നിന്നും നിനക്കായി വീണ്ടെടുത്തിരിക്കുന്ന നിന്റെ ജനം കാണുകേ മതി. സ്തോത്രം. കേട്ടോളെ, നിങ്ങളാ പദം ഓർത്തെ, അറിയാതെ നമ്മുടെ ആകം തുടിച്ചു പോകത്തില്ലേ? ആ പദങ്ങൾ കണ്ടോ? സ്തോത്രം. 2-ാമത്തെ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, നീ മിസ്രയീമിൽ നിന്നും പിന്നെ എവിടെന്നാ ജാതികളിൽ നിന്നും അവരുടെ
ദേവന്മാരുടെ കൈവശത്തു നിന്നും നിനക്കായി വീണ്ടെടുത്തിരിക്കുന്ന നിന്റെ ജനം കാണുക. എത്ര ശക്തമാക്കി വേണമെങ്കിൽ ആ വാക്യം രണ്ടും മഷി കൊണ്ട് അടിവരയിട്ട് വെച്ചേക്കണം. ദൈവം തമ്പുരാൻ ചുമ്മാ രാത്രി ഉറക്കത്തിൽ കിടന്ന് സ്തോത്രം ഫറവോൻ അനസ്തേഷ്യ കൊടുത്തിട്ട് രാത്രി ചാടിച്ചോണ്ട് പോകുന്ന ആൾക്കാരല്ല ദൈവത്തിൻ്റെ ജനം. മനസ്സിലാവുന്നോ? സ്തോത്രം. അങ്ങനെയൊന്നുമല്ല നമ്മളും രക്ഷിക്കപ്പെടുന്നാണോ? അയ്യോ, മറ്റൊരാരും കാണാതിരിക്കുക, ഒരു രാത്രി ഒളിച്ചു പോയി ബൈബിള് വീട്ടിൽ കൊണ്ടുവച്ചു, പിന്നെ അതിൽ കൂടെ സാരി അവിടെ കൊണ്ടുവച്ചു, നൈറ്റി ഇട്ടുകൊണ്ട് വന്ന് ഇപ്പുറം വന്ന് മാറി അങ്ങനെ കൊണ്ടുപോയാണോ നമ്മളെ രക്ഷിച്ചത്? അല്ല. സ്തോത്രം. സാങ്കേതികമായിട്ട് ഒരുപക്ഷെ അങ്ങനെയൊക്കെ ജീവിതത്തിൻ്റെ കയ്പിൻ്റെ സമയത്ത് ചെയ്ത് കാണും. പക്ഷേ നമ്മളെ ആധ്യാത്മികമായിട്ട് അങ്ങനെ കർത്താവ് പുറകിലെ വാതിക്കൂടെ കൊണ്ടെന്ന് പെന്തിക്കോസി കൊണ്ട് കയറ്റിയവരല്ല യഥാർത്ഥത്തിൽ ദൈവമക്കൾ. സ്തോത്രം. ഫറവോൻ മാത്രമല്ല ജനം വിടുതൽ അനുഭവിച്ചത് അറിഞ്ഞത്. അവിടെ എഴുതിയിരിക്കുന്നു, മിസ്രയീമിൽ നിന്നും ജാതിയുള്ളിൽ നിന്നും അവരുടെ ദേവന്മാരുടെ കൈവശത്തു നിന്നും 420 പരം വർഷങ്ങൾ മിസ്രയീമിൽ അടിമകളായിരിക്കുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ പ്രബല ശക്തിയായിരിക്കുന്ന വിശിഷ്യ ഫറവോൻ ഈജിപ്തിലെ അന്യദൈവങ്ങളും സ്തോത്രം പ്രകൃതിയെയും ആ ദേശത്തിലെ ശക്തികളെയും ആരാധിക്കുന്ന സമുന്നതരായിരിക്കുന്ന അവിടുത്തെ മുഖ്യധാര ആളുകൾ സേവിച്ചു പോരുന്ന മുഴുവൻ ആവഹിച്ചിറങ്ങി നിൽക്കുന്ന ശക്തികൾക്ക് കീഴ്പ്പെട്ട് അതിൻ്റെ ഒരു ഭാരം കൂടി ചുമന്ന് 420 പരം വർഷക്കാലം അവിടെ നട്ടല് പൊട്ടിക്കിടന്ന ആളുകളെ ദൈവം വീണ്ടെടുക്കാൻ നോക്കിയപ്പോൾ ഒരു ന്യൂട്രൽ അഡ്ജസ്റ്റ്മെന്റിൽ കോംപ്രമൈസിൽ കൊണ്ടുവരികയല്ല ചെയ്തത്. സ്തോത്രം. ആത്മമണ്ഡലത്തിൽ അവിടെ വ്യാപരിച്ചു നിന്ന ഒരു ദൈവത്തിന്റെ കയ്യിൽ നിന്നല്ല, സകല ദേവന്മാരുടെ കൈവശത്തു നിന്നും സ്തോത്രം വീണ്ടെടുക്കപ്പെട്ടവനെ ദൈവം പുറത്ത് കൊണ്ടുവന്നു. വീണ്ടെടുക്കപ്പെട്ടവർ ഇനി അവന്റെ കൈവശത്തല്ല ഇരിക്കുന്നത്, അവിടെ നിന്ന് ദൈവമായ കർത്താവിനെ പരിപൂർണമായി കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് പറയുക, സ്തോത്രം, നമ്മൾ പോകുന്നത് ഏതെങ്കിലും പഴയ പശ്ചാത്തലത്തിൽ നിന്നാണെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ട് 15 കൊല്ലം കഴിഞ്ഞു, ആത്മാവിൽ നിറഞ്ഞു, സ്നാനം പെടുകയും ചെയ്തു, പെങ്കൊച്ചിനെ പെന്തിക്കോസിൽ കെട്ടിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് ഏതെങ്കിലും ആൾക്കാർ ദൂത് പറഞ്ഞ കൂടെ പറയുക പഴയ ഒരു ജാതീയ ശക്തിയുടെ വ്യാപാരം കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചുമ്മാ ചിരിച്ചു തള്ളിയേക്കണം. കാരണം അങ്ങനെ ഇനി അവകാശം പറയാൻ വരുവാണെങ്കിൽ ഇനി നടക്കുകയല്ല. കാരണം എന്നെ വീണ്ടെടുത്തത് ആ സകല ദേവന്മാരുടെയും ദൈവങ്ങളുടെയും കയ്യിൽ നിന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു ശക്തിക്കും പുറകിൽ നിന്ന് പിടിക്കാൻ അവകാശമില്ലാതെ വണ്ണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല, വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ചുമ്മാ അടിച്ചു മാറ്റിക്കൊണ്ട് വരുന്നതിനല്ല പറയുന്നത്. സ്തോത്രം. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അതിന്റെ കണക്ക് തീർത്ത്, അതാ വീണ്ടെടുപ്പ് വില കെട്ടിവെച്ചെന്ന് പറയുന്നത്. ഇനി പരാതി പറയാനില്ല. ഇന്നും ഇയ്യോബിന്റെ ആ വാക്യത്തിനകത്തെ ബലം അതാണ്. എൻ്റെ സൗഖ്യമാക്കുന്ന ഒരുത്തനുണ്ടെന്നുള്ളതല്ല, നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരാൻ കഴിവുള്ളവനുണ്ടെന്നുള്ളതല്ല അവൻ പറയുന്നത്. അതിനെല്ലാം കൂടി വെച്ചിരിക്കുന്ന വിളിപ്പേരാണ് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നു. വീട്ടിന് സംഭവിച്ച നഷ്ടം, മക്കൾക്ക് പറ്റിയ നഷ്ടം, ശരീരത്തിന് പറ്റിയ നഷ്ടം, അപമാനം, നിന്ന, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, ഇവയെല്ലാം കൂടി കൂട്ടിപ്പിടിച്ചൊരു ചാക്കിനകത്ത് കെട്ടി കടലിൽ തള്ളിയിട്ട് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി മഹത്വത്തോടെ ചരിത്രത്തിൽ മടക്കി കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് വീണ്ടെടുപ്പെന്ന്. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു ഇമേജ് നഷ്ടപ്പെട്ട ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുകയാൽ ആരോടൊക്കെയോ ദൈവം പരിശുദ്ധാത്മ വെളിപ്പാടിൽ പറയുന്നു, കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരിക്കലും വിശുദ്ധന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഇമ്പാക്റ്റുകളും ആഘാതങ്ങളും സംഭവിച്ചതിന്റെ വലിയ നൊമ്പരം അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിച്ചു തരാൻ നിന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തത് ശത്രു കയറി കളവിളച്ചതുപോലെ ചെയ്തിരിക്കുന്നെങ്കിൽ ആ മൂല്യം ചോരാതെ തിരിച്ചു പിടിച്ചു തന്ന് നിന്നെ മാനിച്ച് പുറത്തുകൊണ്ട് വരുവാൻ കഴിവുള്ള ഒരു വീണ്ടെടുപ്പുകാരനാണ് ഇന്ന് രാത്രിയിലെ സഭയുടെ മധ്യത്തിൽ ആഗതനായി നിൽക്കുന്ന ആത്മമണവാളനായ ഇയ്യോബ് ഉയർത്തിക്കാട്ടിയ എന്റെ വീണ്ടെടുപ്പുകാരനെന്ന്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഈ രാത്രിക്കാലം ആത്മാവിൽ ശക്തിയോടെ പറ, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. എൻ്റെ നഷ്ടപ്പെട്ട മനുഷ്യത്വർഗത്തിന്റെ സ്തോത്രം ആ വലിയ ആത്മീക വാഴ്ചയുടെ മൂല്യത്തെ
പാപം നിമിത്തം തകർത്തു കളഞ്ഞ മണ്ഡലത്തിൽ നിന്നും അഭിമാനത്തോടെ മടക്കിക്കൊണ്ടുവന്ന് നഷ്ടപ്പെട്ട തേജസ്സിലേക്ക് തിരിച്ചു നടത്തി ബഹുമാനം അണിയിച്ച് മാനിക്കാൻ കഴിവുള്ളവനായ മഹാദൈവത്തിന്റെ പുത്രൻ ഇന്ന് രാത്രികാലം എന്റെ വീണ്ടെടുപ്പുകാരനായി എന്നോട് കൂടെ നിൽക്കുമ്പോൾ ഈ രാത്രി എന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ട സകല ഇമേജും എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഈ രാത്രികാലം സ്വർഗസ്ഥനായ പിതാവേ, വീണ്ടെടുപ്പുകാരനെ, ഇറങ്ങി വന്ന് ഞങ്ങളുടെ മധ്യത്തിൽ അവകാശം പറയുന്ന എല്ലാ പോരുകളുടെ കയ്യിൽ നിന്ന് സ്വർഗം ഞങ്ങളെ വീണ്ടെടുത്ത് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ആത്മനിറവോടെ ഒരല്പസമയം കൂടെ വിശ്വാസത്താൽ നമ്മുടെ ആത്മീക തരംഗത്തിലല്ല, ഉള്ളത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ വാക്യത്തിന്റെ ആഴം മനസ്സിലാക്കുന്നവർ, അതിന്റെ മൂല്യം അറിയുന്നവർ ഒരുമിച്ച് ദൈവത്തിന് ഒരല്പസമയത്തേക്ക് ആത്മാവിൽ പറ, വീണ്ടെടുപ്പുകാരുള്ളിടത്തോളം കാലം ഒരു വിളയാട്ടവും നടക്കത്തില്ലെന്ന് ഈ രാത്രി വൈരിയുടെ കയ്യ് സ്വർഗം തളർത്തി കളയട്ടെ, തകരട്ടെ ദുഷ്ട കൈകൾ. ഈ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം ദുഷ്ടഭുജങ്ങളെ തകർക്കുന്നവൻ, നീച പാത്രങ്ങളെ ഉടയ്ക്കുന്നവൻ, വീണ്ടെടുക്കാൻ ഇറങ്ങി വന്നവൻ, അവന്റെ കയ്യിലിരുന്നുകൊണ്ട് ഞരങ്ങുന്ന ചില കുടുംബങ്ങളെ ഇന്ന് രാത്രി സ്വർഗം ഈ പ്രാർത്ഥനയിൽ സ്വതന്ത്രമാക്കട്ടെ. നിന്റെ ഭർതൃഗ്രഹത്തിൽ ശത്രുവിന്റെ കയ്യിലിരിക്കുന്ന ഭർതൃഗ്രഹത്തിൽ നിന്നെ ഞെരുക്കുന്ന ശത്രുവിന്റെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി സ്വർഗീയ മഹത്വം വെളിപ്പെട്ട് ദൈവകൃപയുടെ വ്യാപാരത്താൽ ആ വീണ്ടെടുപ്പിന്റെ ശക്തി കൊണ്ട് ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ. അടുത്തത് ഒരു വാക്യോടെ വായിച്ച് ഞാൻ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കാം. എഫേസ്യ ലേഖനത്തിലൊരു വാക്യം കൂടി വായിച്ച് ഞാൻ സ്തോത്രം 1-2 കാര്യങ്ങളുടെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. വായിച്ചോ നമുക്ക്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അതിക്രമങ്ങളുടെ മോചനം. അതിക്രമിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? അതിക്രമിച്ചു കിടന്നു എന്ന് നമ്മൾ സാധാരണ കേട്ടിട്ടില്ല. അതിക്രമിച്ചു കിടന്നു എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റേഷനുണ്ട്. ഇവിടെ വാതിലടച്ചിട്ടിരിക്കുക, ഇവിടെ യോഗം നടന്നുകൊണ്ടിരിക്കുക, ദൈവമക്കൾക്കുള്ള ഒരു പ്രത്യേക സദസ്സാണ് ഇവിടെ. ആ സമയത്ത് ഇവിടെ കയറി വരാൻ സ്തോത്രം നിയമപരമായി അനുവാദമില്ലെന്ന് പറഞ്ഞ് ഇവിടെ എല്ലാവർക്കും വരാം. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിയമപരമായിട്ട് സ്തോത്രം ഇതിനകത്ത് യോഗത്തിനല്ലാതെ ആത്മീക വിഷയത്തിനല്ലാതെ സ്തോത്രം കയറി വന്നിരിക്കാൻ അനുവാദമില്ലാത്ത 3-4 പേർ വടിയും സ്തോത്രം ആയുധവുമായിട്ട് ഈ ഡോറ് തള്ളി തുറന്ന് കയറി വരുന്നതിനാണ് അതിക്രമിച്ച് കയറി വരിക എന്ന് പറയുന്നത്. ശരിയല്ലേ പറയുന്നത്? അതിക്രമിച്ച് വരിക. ദൈവം വെച്ചിരിക്കുന്ന അതിരുകളുണ്ട്. നമുക്ക് ഇത്രയും വരാം. കടലിനോടൊക്കെ സമുദ്രത്തോടൊക്കെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് തിരമാല കാണും, അഹങ്കാരം കാണും, ഭയങ്കര പ്രഷർ കാണും, ശരിയാണ്. പക്ഷേ നിനക്ക് ഇവിടെ വരെ വരാം, ഇതിനിപ്പുറത്തേക്ക് കടക്കരുത്. അതൊരതിരാണ്. ഇവിടെ പിശാചുണ്ട്, അതിൻ്റെ അധികാര സീമയ്ക്കകത്താണ് നിൽക്കുന്നത്. ലോകവും ലോകത്തിൻ്റെ പ്രഭുവാണ് സാത്താൻ. സർവ്വലോകവും അവൻ്റെ ആ കാൽ കീഴെ കിടക്കുന്നു. ഇതൊക്കെ ശരിയാണ്. ഈ ലോകത്തിൽ തന്നെയാണ് നമ്മളും കിടക്കുന്നത്. തമ്പുരാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എവിടെയും കയറി കളിച്ചോ, പക്ഷെ ഞങ്ങളുടെ പിള്ളേരുണ്ട്, അവിടെ കയറാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതിക്രമിച്ച് കയറുന്ന സകല ശക്തിയുടെ കയ്യിൽ നിന്നും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രൻ്റെ രക്തത്താൽ നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. ആ രക്തം അടയാളമായി കണ്ട പഴയ നിയമകാലത്ത് നിങ്ങൾക്കറിയാലോ, സ്തോത്രം, മിസ്രയീമിൽ നിന്ന് വിട്ടുപോരുന്ന കാലത്ത് ഈ എഫേസ്യ ലേഖനത്തിൽ വായിച്ച കുഞ്ഞാടിന്റെ രക്തത്തിന്റെ, യേശുവിന്റെ രക്തത്തിന് നിഴലായിരുന്നു പെസഹ കുഞ്ഞാടിന്റെ രക്തം. ആ രക്തം ഇതുപോലത്തെ കട്ലക്കാലും മേലും കുറുമ്പടി മേലും പുരട്ടിയാൽ സ്തോത്രം സംഹാര താണ്ഡവം ആടാൻ ഊരിപ്പിടിച്ച വാളുമായി വരുന്നവന് ഈ രക്തം പുരട്ടിയിരിക്കുന്ന കട്ലക്കകത്ത് അതിക്രമിച്ചു കയറി ഒരുവനെ തൊടാൻ, അവിടുത്തെ ആദിജാതനെ തൊടാൻ അനുവാദമില്ലാതിരുന്നത് ആ കാലഘട്ടത്തിലെ ദൈവം വെച്ച വ്യവസ്ഥയായിരുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് എത്ര പേർക്ക് ആത്മാവിൽ ശക്തിയോടെ പറയാം, എനിക്ക് രക്തത്തിന്റെ മുദ്രയുണ്ട്. ആ പുത്രന്റെ രക്തത്താൽ അടയാളമിട്ടവർ അവിടെ ഇരിക്കുന്നവർ എന്റെ കുടുംബത്തെ ഒരു കുളമ്പ് പോലെ ശേഷിക്കാതെ
അവന്റെ രക്തത്താൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രന്റെ രക്തത്താൽ പണിക്കപ്പെട്ടവരായി, ആ രക്തത്താൽ കഴുക പ്രാപിച്ചവരായി, ആ രക്തത്താൽ അടയാളമിട്ടവരായി സ്വർഗം ഞങ്ങളെ മാറ്റിയിരിക്കുകയാൽ ആ രക്തത്തെ കവച്ചു വെച്ച് അതിക്രമിച്ചു കയറി ഞങ്ങളെ തൊടുവാൻ സമ്മതിക്കാതെ വന്ന് സ്വർഗം നമുക്കൊരു വീണ്ടെടുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? ഹല്ലേലൂയ. ഈ പറയപ്പെട്ട സംഗതി അവസരം കിട്ടിയാൽ ഇടിച്ചു കയറുന്നവൻ പിശാച്. അതുകൊണ്ടാണല്ലോ പത്രോസ് പറയുന്നത് ഊടാടി സഞ്ചരിക്കുകയാണ്. സ്തോത്രം. ആരെ വിഴുങ്ങേണ്ടുവെന്ന് ഭാവിച്ച് അലറുന്ന സിംഹം പോലെ, സ്തോത്രം, അലറുന്ന സിംഹം പോലെ ചുറ്റി നടക്കുന്നു. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഒരുപക്ഷെ ഇന്ന് പകൽ ഈ യോഗം നടക്കുമ്പോൾ, യോഗം കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, നമ്മൾ പലരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയപ്പോൾ ഒക്കെ ഒരു 50 വട്ടം ഇന്ന് നേരം എടുത്തതിന് ശേഷം ഇതിൻ്റെ ചുറ്റും കറങ്ങി നടന്നിട്ടുണ്ടായിരിക്കാം. ഇതെന്നാ കറങ്ങി നടക്കുന്നത്? യോഗത്തിന് വന്ന് അന്യഭാഷ പറഞ്ഞിട്ട് എവിടെയെങ്കിലും പഴുതുള്ളവനുണ്ടോ എന്ന് തപ്പി നടക്കുന്നത്. കാരണം ഉണ്ടെങ്കിൽ അവന് കയറാം. അങ്ങനെ കറങ്ങി നടന്നിട്ടും തൊടാൻ പറ്റാത്തത് അവൻ്റെ പുത്രൻ്റെ രക്തം കൊണ്ടൊരു അതിര് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിക്രമിച്ച് കിടക്കുന്ന നമ്മൾ അങ്ങോട്ടോ അവിടെ നിങ്ങോട്ടോ കിടക്കാതിരിക്കാൻ വേണ്ടി അതിക്രമങ്ങളുടെ മോചനം, സ്തോത്രം, ഹല്ലേലൂയ, അതിൽ നിന്ന് നമുക്കൊരു വലിയ റിലീസിങ് യേശുവിൻ്റെ രക്തത്താൽ സംഭവിച്ച വീണ്ടെടുപ്പ് മൂലം സംഭവിച്ചു കഴിഞ്ഞു. അത്രയ്ക്ക് വലിയ പാർട്ടികളായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നവർ, സ്തോത്രം, അവരെ അത്രയ്ക്ക് സുരക്ഷിത കവചത്തിനകത്ത് ദൈവമായ കർത്താവ് സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക. ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. രൂത്തിന്റെ പുസ്തകത്തിൽ ഒരു വാക്കോടെ ഞാൻ പറഞ്ഞ് കൺകുണ ചെയ്യാം കേട്ടോ. അവിടെ പറയുന്നൊരു വാക്കുണ്ട്, സ്തോത്രം, 4:14. പിന്നെ എപ്പോഴെങ്കിലും വായിച്ചാൽ മതി. സ്തോത്രം. ആ വാക്ക് ഇങ്ങനെയാണ്. സ്തോത്രം. രൂത്തിന് ഒരു സന്തതി ജനിച്ചു, ബോവസിൻ. ഓബേദം കണ്ടോ അവൻ്റെ പേരും തോന്നുന്നു. സ്തോത്രം. അവൻ ജനിച്ചപ്പോൾ, ആ കുഞ്ഞ് ജനിച്ചപ്പോൾ അടുത്തുള്ള ആളുകൾ എല്ലാവരും കൂടി കാണാൻ വേണ്ടി വന്നു. അപ്പം നവോമിയോട് ഈ കാണാൻ വേണ്ടി വന്ന പഴയ അമ്മച്ചിമാർ പറഞ്ഞിട്ട് പോയൊരു വാക്കുണ്ട്. എന്താണെന്നറിയോ? കുഞ്ഞ് ജനിച്ചു, നല്ല ഓമനത്തുള്ള കുഞ്ഞ്, നല്ല മിടുക്കി കുഞ്ഞ്, നല്ല ഇതൊക്കെ. അതുകൊണ്ട് ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ വന്ന് പറഞ്ഞത് എങ്ങനെയാണ്? നവോമി, ഒരു കുഞ്ഞിനെ കിട്ടി എന്നതിനേക്കാൾ ഉപരി ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ കിട്ടിയത് കൊണ്ട് ദൈവത്തെ സ്തുതിച്ചോളാൻ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? സ്തോത്രം. ജീവിതത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ അനുവദിക്കാത്ത ശപിക്കപ്പെട്ട കുടുംബത്തിൻ്റെ ഭാഗമായി, സ്തോത്രം, തകർന്നുപോയ, ഇനി ആ കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത നിലനിർത്താൻ ഒരാൺസന്തതി ഉണ്ടാകാതെ വണ്ണം അത്രയ്ക്ക്, സ്തോത്രം, അതിക്രമിച്ച് കയറിയ വിഷയങ്ങൾ താണ്ഡവമാടി അപ്പനെയും 2 ആൺമക്കളെയും, സ്തോത്രം, മരണം വഴിയായി പിടിച്ചോണ്ട് പോയ കുടുംബത്തിൽ കയ്പ് അനുഭവിച്ചുകൊണ്ട് തീരാ ദുഃഖത്തിലിരുന്ന ആ വീട്ടിലെ അമ്മച്ചിയോട്, സ്തോത്രം, ആ കുടുംബത്തിനകത്ത് അവളെ സംബന്ധിച്ച് ആരുമല്ല കുഞ്ഞെങ്കിലും അവൾ അവൻ്റെ ധാത്രിയായിരിക്കുമ്പോൾ അവർ വന്ന് കാതിൽ പറഞ്ഞിട്ട് പോയൊരു വാക്കാണ്, നിനക്കൊരു കുഞ്ഞിനെ കിട്ടിയതിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ കിട്ടിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്? യേശുവിനെ കണ്ടതിന് ശേഷം നമുക്ക് തിരുവനന്തപുരത്ത് വീട് കിട്ടി, യേശുവിനെ കണ്ടതിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉയർന്ന ഉദ്യോഗം കിട്ടി, യേശുവിനെ കണ്ടതിന് ശേഷം നമുക്ക് വില കൂടിയ വണ്ടി കിട്ടി, യേശുവിനെ കണ്ടതിന് ശേഷം കൂടെ വിദേശയാത്രകൾ നടത്താൻ അവസരം കിട്ടി. ഇതൊക്കെ നടത്തിയതിനേക്കാൾ ഉപരി, അതിനേക്കാൾ വലിയത്, ഇതൊക്കെ സംഭവിക്കാൻ കാരണമായത് ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരനെ കിട്ടിയതാണ്. ഞങ്ങളുടെ സകല ഉയർച്ചയ്ക്കും കാരണമെന്ന് പറഞ്ഞ് ഇന്ന് രാത്രി അവരോട് നന്ദി പറയാൻ എത്ര ദൈവമക്കൾക്ക് മനസ്സുണ്ട്? ഹല്ലേലൂയ. ഓരോ നന്മയിലേക്ക് നോക്കിയിട്ട് തൊട്ട് പറയണം, നിന്നെ എനിക്ക് കിട്ടാൻ കാരണം എനിക്ക് കിട്ടിയ ജോലിയല്ല, ബോണസ് അല്ല, പ്രൊവിഡന്റ് ഫണ്ട് അല്ല, പെൻഷൻ അല്ല, നീ എൻ്റെ വീട്ടിൽ വരാൻ കാരണം എനിക്കൊരു വീണ്ടെടുപ്പുകാരനെ കിട്ടിയത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് സ്തോത്ര കാഴ്ചയിടാൻ പോലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇതിനകത്തുണ്ടായിരിക്കാം.
ഒരുപക്ഷെ സ്തോത്രം നല്ല വസ്ത്രം ധരിക്കാൻ ഇല്ലാത്തൊരു പഴയ കാലം ഉണ്ടായിരിക്കാം. ഇന്ന് രാത്രി സ്തോത്രം അല്ലെങ്കിൽ നാളെ രാവിലെ വസ്ത്രം ധരിക്കാൻ വേണ്ടി അലമാരി തുറക്കുമ്പോൾ ഇരിക്കുന്ന മനോഹരമായിരിക്കുന്ന വില കൂടിയ, ഒരുപക്ഷെ നീ വില കൊടുത്ത് വാങ്ങിക്കാതെ നിന്റെ കയ്യിൽ ആരൊക്കെയോ കൊണ്ടുതന്ന വില കൂടിയ വസ്ത്രം കാണുമ്പോൾ അതിൽ തൊട്ടിട്ടൊരു വാക്ക് പറയണം, നീ എൻ്റെ അലമാരിയിൽ വരാൻ കാരണം സ്തോത്രം എൻ്റെ സ്വഭാവ ഗുണമല്ല, എൻ്റെ ഉദ്യോഗ ശക്തിയല്ല, ഈ മുറി നിറച്ച് നന്മ വരാൻ കാരണം, ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം എൻ്റെ കുടുംബത്തിലെത്താൻ കാരണം സ്തോത്രം ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെ വീട്ടിൽ നിന്ന് ആരും വിദേശത്ത് പോയിട്ടുണ്ടായിരിക്കില്ല, നീ ഒരു നാടൻ കക്ഷിയായിരിക്കാം, പക്ഷേ ഒരു വിദേശ വരുമാനമുള്ളവനേക്കാൾ അധികം എൻ്റെ കൂടാരത്തിനകത്ത് നന്മകൾ തരാൻ കാരണം എനിക്കൊരു വീണ്ടെടുപ്പുകാരനെ കിട്ടിയതാണ് എന്ന് രാത്രിക്കാലം പറയാൻ, അത് പരസ്യമായി പറയാൻ ഈ രാത്രിക്കാലം എത്ര ദൈവമക്കൾക്ക് ആത്മാവിൽ പ്രേരണയുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് ദൈവത്തിന് അല്പസമയം സ്തോത്രം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്ക്, എല്ലാവരും ഒരുമിച്ച് സ്തോത്രം ചെയ്യുക. എല്ലാറ്റിനായി നന്ദി പറ, എല്ലാറ്റിനായി നന്ദി പറ. ആരോഗ്യമുള്ള ശരീരത്തോട് ഇതിനകത്ത് വരുത്തിയത് ഒരു വീണ്ടെടുപ്പുകാരന് നിനക്ക് ലഭിച്ചത് കൊണ്ടാണെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിന്റെ വീടിന്റെ ഭിത്തിയിൽ എഴുതി വെക്കാം, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുള്ളത് കൊണ്ട് ഇതെല്ലാം എനിക്ക് കിട്ടി. ഇന്ന് രാത്രിക്കാലം കണ്ണടച്ച് ദൈവത്തോട് ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഇനി കിട്ടാനുള്ളതും എനിക്ക് ലഭിക്കും. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ദൈവം നോക്കിക്കൊള്ളും, എൻ്റെ ഉദ്യോഗത്തിൻ്റെ ഉയർച്ച ദൈവം നോക്കിക്കൊള്ളും. ഞാൻ 5 രൂപ കൈക്കൂലി കൊടുക്കത്തില്ല, കൊടുക്കാൻ പാടില്ല, കൊടുക്കേണ്ടി വരില്ല. എനിക്കൊരു വീണ്ടെടുപ്പുകാരനുള്ളത് കൊണ്ട് സകല കുരുക്കുകളും അടിച്ച്, സകല ബന്ധനങ്ങളും അടിച്ച്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ എനിക്ക് വില കൊടുത്തവൻ, അവൻ എൻ്റെ ചളുക്കം മാറ്റി എന്നെ അനുഗ്രഹിക്കും. അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന വൈരിയാണെങ്കിലും ദുഷ്ട ദൈവങ്ങളാണെങ്കിലും ജാതീയ ശക്തികളാണെങ്കിലും അവയുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു മേടിപ്പാൻ തന്റെ ഇടമുള്ള ഒരു ദൈവത്തെയാണ് ഞങ്ങളുടെ അപ്പാ പിതാവേ എന്ന് വിളിച്ചാരാധിക്കുന്നത്. ആ ദൈവത്തോട് നന്ദി പറയാൻ മനസ്സ് തുറക്കുന്നവർ ശക്തിയോടെ ദൈവത്തോട് നന്ദി പറ. ലഭിച്ച നന്മയ്ക്ക് ഇന്ന് രാത്രി തിരിച്ച് യോഗം കഴിഞ്ഞു പോകുമ്പോൾ, നീ മേടിച്ച കാറിലേക്ക് കയറുമ്പോൾ, നിന്റെ കൊച്ചു വണ്ടിയിലേക്ക് കയറുമ്പോൾ അറിയാതെ പറയണം, നീ എന്റെ കയ്യിൽ വരാൻ കാരണം എനിക്കൊരു വീണ്ടെടുപ്പുകാരനുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോർച്ചിലേക്ക് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് നിന്റെ വീട്ടിലേക്ക് കാല് കുത്തുമ്പോൾ ആത്മാവിൽ പറയണു, കേരളത്തിന്റെ കൊച്ചു ഗ്രാമത്തിൽ വണ്ടിയും വള്ളവും ചെല്ലാത്തൊരു മലമുകളിൽ ജനിച്ച എന്നെ ഈ ബൃഹത്തായ തലസ്ഥാന നഗരിയിൽ കൊണ്ടുവന്ന് ഇത്ര മനോഹരമായ അഭിമാനത്തോടെ പാർപ്പിച്ചത് എന്റെ വിദ്യാഭ്യാസമല്ല, എന്റെ കഴിവല്ല, എനിക്കൊരു വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞാൻ ഇവരെ അനുഗ്രഹിച്ചിട്ട് പോകുന്നു. വീണ്ടെടുപ്പുകാരനുള്ളത് കൊണ്ട് ഞങ്ങൾ ഇനിയും ശക്തമായി മുന്നേറും. വീണ്ടെടുപ്പുകാരനുള്ളത് കൊണ്ട് ഇനിയും ഇവിടെ സ്നാനം നടക്കും. വീണ്ടെടുപ്പുകാരനുള്ളത് കൊണ്ട് ഇവിടെ ഇനിയും വിവിധ ജാതികളിൽ നിന്നും ഭാഷക്കാരിൽ നിന്നും വംശങ്ങളിൽ നിന്നും ദൈവത്തെ ആരാധിക്കാൻ ആളുകൾ ഇവിടെ തിരക്കി വരും. ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരനുള്ളത് കൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷകൾ വെളിപ്പെടും. ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരനുള്ളത് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ജനം വിടുവിക്കപ്പെടും. ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പുകാരനുള്ളത് കൊണ്ട് ഞങ്ങൾ വൈരിയുടെ കയ്യിലല്ലല്ലോ, ഞങ്ങളുടെ പിതാവിന്റെ കയ്യിലായിരിക്കുകയാൽ അങ്ങയുടെ കയ്യിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ അനുഗ്രഹങ്ങളെ പ്രാപിക്കും. ഈ സഭയെ, നിന്റെ ദാസനെ, ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയെ ഈ വചനം കൊണ്ട് അനുഗ്രഹിക്കുന്നപ്പ, അറിയേണ്ടത് അറിഞ്ഞ് വീണ്ടെടുപ്പുകാരനെ മുറുകെ പിടിച്ച് അതിന് നന്ദി പറഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ അനുവദിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ഒരിക്കൽ കൂടി കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. ദൈവജനമേ, നമ്മുടെ കണ്ണുകളെ നമുക്ക് ദിവസം ഉണ്ടാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കാലം കർത്തൃപാർപ്പിടത്തിലായിരിക്കാൻ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തില്ല. കർത്താവ് തന്നെ ദാസനെ നമ്മുടെ മധ്യ അയച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ ശ്രേഷ്ഠമേറിയ ദൈവശബ്ദങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ഒരു യോബ് പറഞ്ഞതുപോലെ എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുവെന്ന് അകത്തളങ്ങൾ ഒരു വലിയ ഉറപ്പ് ഇന്ന് രാത്രി കാലത്തെ വചന ശുശ്രൂഷ മൂലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നൽകിയല്ലോ.
പിന്നെയും ഒരു വിസ്താരത്തിൻ്റെ ആവശ്യമില്ലാതെ വ്യക്തമായി സ്പഷ്ടമായി പരിശുദ്ധ ആത്മാവ് നമ്മോട് ഇടപെട്ട എല്ലാ ദൂതുകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യുക. അല്ലെങ്കിൽ നാം ഏത് ഭാഗത്ത് നിൽക്കുന്നുവെന്ന്, നാം ശത്രുവിൻ്റെ ഭാഗത്തോ അതോ നമ്മുടെ ദൈവത്തിൻ്റെ കരത്തിലോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിച്ചല്ലോ. ഈ ലോകത്തിൽ നമുക്ക് ലഭിച്ച ആത്മീയ ഭൗതിക നന്മയുടെ എല്ലാം കാരണം നമുക്കൊരു വീണ്ടെടുപ്പുകാരനാണെന്ന് വചനത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിച്ചല്ലോ. എല്ലാ കേൾക്കപ്പെട്ട വചനത്തിലും നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെയും കർത്താവിനോട് ഏറ്റവും പറ്റുമാനമുള്ളവരായി ഏറ്റവും ചേർന്നിരിക്കുന്നതായി തിരുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. വചനം സംസാരിപ്പാൻ കർത്തവ്യത്തിനെ കർത്താവ് സഹായിച്ചല്ലോ. വചനത്തിൻ്റെ വാതിലൊക്കെ കർത്താവ് തുറന്നല്ലോ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. കർത്തൃദാസനം മടക്കി യാത്രയ്ക്കായി സ്തോത്രം ചെയ്യാം. തൻ്റെ ശുശ്രൂഷകൾക്കായി, കുടുംബത്തിനായി, സഭയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ വിഷയങ്ങളെല്ലാം ഓർത്ത് നാം എല്ലാവരും ആലപിക്കുമല്ലോ. വിശ്വസ്തനായ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് പൽക്കാലവും രാത്രികാലവുമായി ആമേൻ തിരുവേന്ദ്രൻ്റെ ദാസനോട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സ്നേഹത്തിനായി സ്തോത്രം. കേട്ടതൊക്കെയും ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നല്ലോ. ആമേൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറന്നല്ലോ. എല്ലാവരുടെ കരുണകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ കേട്ടത് ആമേൻ ഹല്ലേലൂയ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപയിനാത്മാവാൽ ഞങ്ങളെ പരിപാലിക്കണമേ. അങ്ങയോടൊപ്പമുള്ള വാസത്തിൻ്റെ സന്തോഷം പ്രാപിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ഒരു വാസന ഭയത്തോടെ ഓർത്ത് ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ആമേൻഹലിൽ സൂക്ഷിച്ച് ആമേൻഹലിൽ വിശുദ്ധിയെത്തി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. സകല മഹത്വം ഞങ്ങൾ തിരുമേനിക്ക് അർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പ്രിയ പിതാവേ. കർത്താവിൻ്റെ പ്രാർത്ഥനയായിട്ടതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നമ്മോടും ഓർത്തുറാർച്ച എല്ലാ വിഷയങ്ങളോടും ഇപ്പോഴും ഒന്നേക്കും കർത്താവിൻ്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരയണമേ.